ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് വൈറസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റിൽ വൈറസ് രോഗങ്ങൾ ഉണ്ടാക്കുന്ന പലതരം വൈറസുകളെ നമുക്ക് അവരുടെ ജീനോം കൈൻഡ്, RNA ആണോ DNA ആണോ, എങ്ങനത്തെ RNA ആണ്, എങ്ങനത്തെ DNA ആണ്, എത്ര RNA സ്ട്രാൻഡുകളുണ്ട്, എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ പ്ലാന്റ് ഇൻഫെക്റ്റിംഗ് വൈറസ് ഗ്രൂപ്പുകൾ ഇപ്പം അതിന്റെ ഒരു ന്യൂക്ലിക് ആസിഡിന്റെ ടൈപ്പ് വെച്ചിട്ട് ജനറലി നമുക്ക് 5 തരം ഉണ്ടെന്ന് പറയാം. അതായത് സിംഗിൾ സ്ട്രാൻഡഡ് RNA, അത് പോസിറ്റീവ് സ്ട്രാൻഡ് എന്നും പറയും, സിംഗിൾ സ്ട്രാൻഡഡ് RNA നെഗറ്റീവ് സ്ട്രാൻഡ് എന്നും പറയും, ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ട്, സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്, പിന്നെ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്. അതിൽ സിംഗിൾ സ്ട്രാൻഡഡ് RNA പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3'5' ഡയറക്ഷനിലുള്ളതാണ് ഈ സിംഗിൾ സ്ട്രാൻഡഡ് RNA പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി DNA വൈറസുകൾ രണ്ട് തരത്തിലുണ്ട്, സിംഗിൾ സ്ട്രാൻഡഡ് DNA, ഡബിൾ സ്ട്രാൻഡഡ് DNA. അപ്പം ഈ സിംഗിൾ സ്ട്രാൻഡഡ് DNA എന്ന് പറയുന്നത് രണ്ട് തരം ഫാമിലി, വൈറസിനും ഈ കിങ്ഡം, ഫൈലം, ഫാമിലി, ഓർഡർ എന്നൊക്കെ പറഞ്ഞുണ്ട്. അങ്ങനെ വരുമ്പം ഈ സിംഗിൾ സ്ട്രാൻഡഡ് DNA ജെമിനി വിറിഡെ അല്ലെങ്കിൽ ആൻഡ് നാനോ വിറിഡെ, ഈ രണ്ട് ഫാമിലിയിൽ മാത്രമാണ് നമുക്ക് സിംഗിൾ സ്ട്രാൻഡഡ് DNA കാണാൻ പറ്റുന്നത്. എന്നാൽ ഡബിൾ സ്ട്രാൻഡഡ് DNA കൊളിമോ വിറിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് കാണപ്പെടുന്നത്. സോറി, ഒരു തിരുത്തുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പ്ലസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA എന്ന് പറഞ്ഞാൽ 5' to 3' ഡയറക്ഷനിലാണ് നടക്കുന്നത്, അതിന്റെ ആ ഒരു ഓറിയന്റേഷൻ ഉള്ളത്. ഇനി സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ളത് ജെമിനി വിറിഡയിലും നാനോ വിറിഡയിലും ആണെന്ന് പറഞ്ഞല്ലോ. ഈ ജെമിനി വിറിഡയുടെ ഒരു പ്രത്യേകതകൾ എന്താണ്, ഈ ഫാമിലിയുടെ പെക്യുലാരിറ്റീസ് എന്താണ്, ഇതിൽ ഏതൊക്കെ എക്സാമ്പിൾ ആണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജെമിനി വിറിഡെ എന്ന് പറഞ്ഞാൽ, ജെമിനി എന്ന് പറഞ്ഞാൽ ജെമിനേറ്റ് പാർട്ടിക്കിൾ, ജെമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട എന്നാണ് അതിന് അർത്ഥം വരുന്ന ഒരു വാക്കാണ് ജെമിനി. അതിന് കാരണം ഈ ജെമിനി വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അത് ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ എന്താ പറയാ, ഇരട്ടകളെ പോലെ, സയാമിസ് ട്വിൻസ് എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ രണ്ടെണ്ണം ഒട്ടിയിരിക്കുന്ന അതുപോലെ അങ്ങനെ ട്വൈൻ ചെയ്തിരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഈ ജെമിനി വിറിഡയിൽ വരുന്ന വൈറസുകൾ നമ്മൾ കാണപ്പെടുന്നത്. എന്നാൽ പിന്നെ ഇതിന്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഐക്കോസാഹെഡ്രൽ ആയിരിക്കും. ഐക്കോസാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗൺ, അതൊരു 3D ഹെക്സഗൺ ആയിരിക്കും ഈ ഐക്കോസാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ. ഈ ജെമിനി വിറിഡയുടെ ന്യൂക്ലിക് ആസിഡ് എന്താണ്, സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ് അല്ലെ. നമ്മൾ അതത്ര കോമൺ അല്ല അല്ലെ സിംഗിൾ സ്ട്രാൻഡഡ് DNA. അപ്പൊ സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ള ട്വിൻഡ് ഐസോമെട്രിക് അല്ലെങ്കിൽ ഐക്കോസാഹെഡ്രൽ ഷേപ്പുകളുള്ള പാർട്ടിക്കിൾസ് ആണ് ജെമിനി വിറിഡെ. ജെമിനി എന്ന് പറയുമ്പോൾ ട്വിൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന. അപ്പം ഈ ജെമിനി വിറിഡെ എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ടിക്കിളിനകത്ത്, അതായത് ആ കോട്ട് പ്രോട്ടീനകത്ത് ഒന്നെങ്കിൽ ഒരൊറ്റ ന്യൂക്ലിക് ആസിഡ്, ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കാം, ചിലപ്പം 2 സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടായിരിക്കാം. അപ്പൊ ഈ 2 സിംഗിൾ സ്ട്രാൻഡ് ഉള്ളതിനെയാണ് ബൈപാർട്ടൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈപാർട്ടൈറ്റ് ന്യൂക്ലിക് ആസിഡ് ഉള്ളത് ബിഗോമോ വൈറസിൽ മാത്രമാണ് ഈ ബൈപാർട്ടൈറ്റ് ന്യൂക്ലിക് ആസിഡ് ഉള്ളത്. ഈ ബെഗോമോ വൈറസ് എന്ന് പറഞ്ഞാൽ ജെമിനി വിറിഡെ ഫാമിലിയിൽ വരുന്ന ഒരു ജീനസ് ആണ് ബെഗോമോ വൈറസ്. പിന്നെ ഇവരുടെ റെപ്ലിക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്, റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയും. റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോളിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ളത് അതിങ്ങനെ വട്ടത്തിലിരിക്കും, അതിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് റെപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് അതിങ്ങനെ കറങ്ങി പുതിയൊരു സ്റ്റാൻഡ് ഇറങ്ങി പോകുമ്പോൾ പഴയ സ്റ്റാൻഡ് വീണ്ടും ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ കറങ്ങി ഉണ്ടാവും. അതിനെയാണ് ഈ റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ജെമിനി വിറിഡയുടെ വളരെയധികം പെക്യുലാരിറ്റീസ്. ജെമിനി വിറിഡെ എന്ന് പറയുമ്പോഴേ ഓർക്കേണ്ടത് ട്വൈൻഡ് ഐസോമെട്രിക് പാർട്ടിക്കിൾ, സിംഗിൾ സ്ട്രാൻഡഡ് DNA, അത് ബൈപാർട്ടൈറ്റ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് കാണുന്നത് ബിഗോമോ വൈറസിലാണ്. പിന്നെന്താ, റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ. ഇതാണ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ജെമിനി വിറിഡയിൽ കാണപ്പെടുന്ന 3 മെയിൻ പെക്യുലാരിറ്റീസ്. ആ ജെമിനി വിറിഡെ എന്ന് പറയുമ്പോഴേ ഓർത്തിരിക്കേണ്ടതാണ് ട്വൈൻഡ് ഐസോമെട്രിക് പാർട്ടിക്കിൾ, സിംഗിൾ സ്ട്രാൻഡഡ് DNA, റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ. ഈ ജെമിനി വിറിഡെ ഫാമിലിയിൽ വരുന്ന ഉദാഹരണങ്ങളാണ് മെയ്സ്ട്രി വൈറസ് എന്ന് പേരുള്ള മെയ്സ് സ്ട്രീക്ക് വൈറസ്, കർട്ടോ വൈറസ് എന്ന് പറയുന്ന ബീറ്റ് കേർലി ടോപ്പ് വൈറസ്. ഈ ബീറ്റ് കേർലി ടോപ്പ് വൈറസ് ലീഫ് ഹോപ്പറാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളാണ് ഈ ബീറ്റ് കേർലി ടോപ്പ് വൈറസ്. ഇതിന്റെ ജീനസിന്റെ പേരാണ് കർട്ടോ വൈറസ്.
ഈ ലീഫ് ഹോപ്പറാൽ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മിക്ക വൈറസുകളുടെ ഒരു സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനർ ഓഫ് ട്രാൻസ്മിഷൻ ആണുള്ളത്. ബീറ്റ് കേർലി ടോപ്പ് ഏതാണ്? ബീറ്റ് കേർലി ടോപ്പ് എന്ന് പറയുമ്പോഴേ ഓർക്കണം, അതൊരു സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. ലീഫ് ഹോപ്പറാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ജെമിനി വിറിഡയിൽ വരുന്ന വൈറസ് ആണ് ബീറ്റ് കേർലി ടോപ്പ് വൈറസ്. പിന്നെ മെയ്സ് സ്ട്രീക്ക് വൈറസും സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ള ജെമിനി വിറിഡെ വൈറസ് ആണ്. പിന്നെ ടൊമാറ്റോ സ്യൂഡോ കേർലി ടോപ്പ് വൈറസ്, അതിനെ ടൊപ്പോക്കു വൈറസ് എന്നും പറയും. ഈ ടൊപ്പോക്കു വൈറസ് അല്ലെങ്കിൽ ടൊമാറ്റോ സ്യൂഡോ കേർലി ടോപ്പ് വൈറസ് ട്രീ ഹോപ്പറാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതിനും ഒരു സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണുള്ളത്. പിന്നെ ബിഗോമോ വൈറസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ബൈപാർട്ടേറ്റ് ആണ്. ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ് ആണ് ബിഗോമോ വൈറസിന്റെ ഒരു ഉദാഹരണം. ഈ ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈറ്റ് ഫ്ലൈ ആയിരുന്നു. അപ്പം ഈ 4 പ്രധാന എക്സാമ്പിൾസ് ജെമിനി വിറിഡയിൽ ഓർത്തിരിക്കണം. മെയ്സ്ട്രി വൈറസ്, കർട്ടോ വൈറസ്, ടൊപ്പോക്കു വൈറസ്, ബിഗോമോ വൈറസ്. മെയ്സ്ട്രി വൈറസ് എന്താണ്? മെയ്സ് സ്ട്രീക്ക് വൈറസ്. കർട്ടോ വൈറസ് ആണ് ബീറ്റ് കേർലി ടോപ്പ് വൈറസ്. ടൊപ്പോക്കു വൈറസ് ആണ് ടൊമാറ്റോ സ്യൂഡോ കേർലി ടോപ്പ് വൈറസ്. ബിഗോമോ വൈറസ് ആണ് ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്. ഇത് ഓരോന്നും ഏതൊക്കെ വെക്ടർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, ഏത് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പൊ ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ്. ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ് വൈറ്റ് ഫ്ലൈ ആണ് അതിന്റെ വെക്ടർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബെഗോമോ വൈറസ് അല്ലെങ്കിൽ ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്. ബെഗോമോ വൈറസ് എന്ന് പറയുമ്പോൾ ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ് മാത്രമല്ല എക്സാമ്പിൾ. ഈ ഒരു ജീനസിൽ വരുന്ന പലതരം വൈറസുകളാണ് ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്, ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ്, പപ്പായ ലീഫ് കേൾ വൈറസ്, ബെൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്. ഇതൊക്കെ ഈ ബെഗോമോ വൈറസുകളുടെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ബെൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വെണ്ടയുടെ ആ ചെടിയുടെ വെയിൻ അതിന്റെ നല്ല ക്ലോറോട്ടിക് യെല്ലോയിഷ് കളർ തടിച്ചിങ്ങനെ ഇരിക്കും. പപ്പായ ലീഫ് കേൾ വൈറസ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഇല ചുരുണ്ടിരിക്കും. ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ് മൊസൈക്ക് സിംറ്റംസ് കാണാം. ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ് ഒരു ഗോൾഡൻ മൊസൈക്ക് സിംറ്റം ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ ബെൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്, പപ്പായ ലീഫ് കേൾ വൈറസ്, ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ്, ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്, ഇതെല്ലാം ബെഗോമോ വൈറസുകളുടെ എക്സാമ്പിൾ ആണ്. ബെഗോമോ വൈറസ് ജെമിനി വിറിഡയില് ഫാമിലിയിൽ വരുന്ന ഒരു വൈറസിന്റെ ഗ്രൂപ്പാണ്. ജെമിനി വിറിഡ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്, റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ബെഗോമോ വൈറസ് ബൈപാർട്ടേറ്റ് ആണ്. ബെഗോമോ വൈറസിന്റെ വെക്ടർ വൈറ്റ് ഫ്ലൈ ആയിരിക്കും. ബൈപാർട്ടേറ്റ് ആയതുകൊണ്ട് 2 തരം DNA ഉണ്ട്. നമ്മൾ അതിന് DNA A ആൻഡ് DNA B എന്നും പേരിട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാത്തരം ബെഗോമോ വൈറസുകളും ബൈപാർട്ടേറ്റ് അല്ല കേട്ടോ, ചിലതൊക്കെ മോണോപാർട്ടേറ്റും ഉണ്ട്. അപ്പൊ ഈ ബെഗോമോ വൈറസിൽ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്, ബെഗോമോ വൈറസ് ജെമിനി വിറിഡയാണ്. അതുകൊണ്ട് എന്താണ്, അത് ട്വിൻഡ് ഐസോമെട്രിക് പാർട്ടിക്കിൾ ആയിരിക്കും ബെഗോമോ വൈറസിന്. 2 പ്രോട്ടീൻ ക്യാപ്സിഡ്സ് ഇങ്ങനെ ഒട്ടിയിരിക്കും ഇരട്ട പോലെ. എന്നിട്ട് അതിനകത്ത് ബൈപാർട്ടേറ്റ് ആയിരിക്കും, ചിലതൊക്കെ മോണോപാർട്ടേറ്റ് ആയിരിക്കും. പിന്നെ ഓർത്തിരിക്കേണ്ടത് റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ഈ ബെഗോമോ വൈറസിനുണ്ട്. ബെഗോമോ വൈറസിന്റെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. എന്തൊക്കെ? ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്, ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ്, പപ്പായ ലീഫ് കേൾ വൈറസ്, പിന്നെ ബെൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്. പിന്നെ ഇവരുടെയൊക്കെ വെക്ടർ, അതാണ് ഇമ്പോർട്ടന്റ്. ബെഗോമോ വൈറസിന്റെ വെക്ടർ വൈറ്റ് ഫ്ലൈ ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ള വേറൊരു ഫാമിലിയാണ് നാനോവിറിഡെ. സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ള 2 ഫാമിലിയാണ് ഉള്ളത്. ഒന്ന് ജെമിനി വിറിഡെ, പിന്നെ മറ്റൊന്ന് നാനോവിറിഡെ. ഈ ജെമിനി വിറിഡയിൽ നമ്മൾ ഒരുപാട് വൈറസുകൾ ഉണ്ടായിരുന്നു. എന്താ? ടൊപ്പോക്കു വൈറസ് ഉണ്ടായിരുന്നു, ബെഗോമോ വൈറസുകൾ ഉണ്ടായിരുന്നു, പിന്നെ കർട്ടോ വൈറസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ടൊപ്പോക്കു വൈറസ്, കർട്ടോ വൈറസ്, ബെഗോമോ വൈറസ്, പിന്നെന്താ മെയ്സ്ട്രി വൈറസ്. ഇതൊക്കെ സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ള ജെമിനി വിറിഡയുടെ എക്സാമ്പിൾ ആയിരുന്നു. ഇനി സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉള്ള നാനോ വിറിഡയുടെ 2 എക്സാമ്പിളാണ് നാനോ വൈറസും ബാബു വൈറസും. ഈ നാനോ വിറിഡ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ചെറിയ സൈസാണ്. ജെമിനി വിറിഡയ്ക്ക് ഇച്ചിരി കൂടെ വലിയൊരു സൈസാണ്. നാനോ വിറിഡയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 നാനോമീറ്റർ അറൗണ്ട് അത്രയൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഈ നാനോ വിറിഡയിൽ 2 തരം ജീനസുകളുണ്ട്. ഒന്ന് നാനോ വൈറസും ഒന്ന് ബാബു വൈറസും. ബാബു വൈറസ് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാം, ബനാന ബഞ്ചി ടോപ്പ് വൈറസ്. അതാണ് ഈ ജീനസിൽ വരുന്ന ഏറ്റവും നമ്മൾ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം, ഒരുപാട് കേട്ടിരിക്കുന്ന ഉദാഹരണം. അത് കൂടാതെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് കാർഡമം ബുഷി ഡ്വാർഫ് വൈറസ്. അപ്പൊ ഈ ബാബു വൈറസിൽ 2 എക്സാമ്പിൾ ആണുള്ളത്, ബനാന ബഞ്ചി ടോപ്പ് വൈറസ്, കാർഡമം ബുഷി ഡ്വാർഫ് വൈറസ്. ഇതിന്റെ ഈ ബനാന ബഞ്ചി ടോപ്പ് വൈറസ്, കാർഡമം ബുഷി ഡ്വാർഫ് വൈറസ്, ഈ ബാബു വൈറസിന്റെ ഒരു വെക്ടർ അഫിഡ്സ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെന്റലോണിയ നീഗ്രോ നെർവോസ. ഈ ബാബു വൈറസിന് 6 സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടായിരിക്കും.
ഈ 6 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും റെപ്ലിക്കേഷനും കോഡ് പ്രോട്ടീൻ ഉണ്ടാക്കാനും പ്രോട്ടീൻസ് ഉണ്ടാക്കാനും ട്രാൻസ്ലേഷനും ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ആ ഒരു എന്താ പറയാ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 6 സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയിലായിരിക്കും. ഇനി നാനോ വൈറസിലേക്ക് വരാം. നാനോ വൈറസിൽ എന്താണ് 8 ജീനോമാണ് ഉള്ളത്. അതാണ് ഈ ബാബു വൈറസും നാനോ വൈറസും തമ്മിലുള്ള വ്യത്യാസം. സൈസ് ഇച്ചിരി കൂടെ ചെറുതായിരിക്കും. രണ്ടിനും സിംഗിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആണ് ഉള്ളത്. പക്ഷെ ആ എണ്ണത്തിനാണ് വ്യത്യാസം. നാനോ വൈറസിന് 8 എണ്ണം ഉണ്ടെങ്കിൽ ബാബു വൈറസിന് 6 എണ്ണമാണ് ഉള്ളത്. രണ്ടും നാനോ വൈറസും ബാബു വൈറസും രണ്ടിന്റെയും വെക്ടർ അഫിഡ്സ് തന്നെയാണ്. നാനോ വൈറസ് പൊതുവെ ഉണ്ടാക്കുന്ന സിംറ്റം ഡ്വാർഫിംഗ് ആണ്. സബ്റ്ററാനിയൻ ക്ലോവർ സ്റ്റണ്ട് വൈറസ് ആണ് നാനോ വൈറസിന്റെ എക്സാമ്പിൾ. ക്ലോവർ എന്ന് പറയുന്ന ചെടികൾക്ക് സ്റ്റണ്ടിങ് കോസ് ചെയ്യുന്നത്, അതിനെ സബ്റ്ററാനിയൻ ക്ലോവർ സ്റ്റണ്ട് വൈറസ് ആണ് നാനോ വൈറസിന്റെ എക്സാമ്പിൾ. ഇനി ബാബു വൈറസിന് നമുക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ബനാന ബഞ്ചി ടോപ്പ് വൈറസ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ സിംറ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഴ്സ് കോഡ് സിംറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഇലയിലൊക്കെ ഇങ്ങനെ പാറ്റേൺസ് വരും. ക്ലോറോസിസ് ഉണ്ടാക്കും. ഈ ബനാന ബഞ്ചി ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ബഞ്ചി ടോപ്പ്, ബഞ്ചസ് ലീഫ് ഉണ്ടായിരിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും, ലീഫിന്റെ അറ്റത്തൊരു ഹുക്കിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കും. പിന്നെ ഈ അഫിഡ് ഉണ്ടല്ലോ, പെന്റലോണിയ നീഗ്രോ നെർവോസ, ഇതെങ്ങനെയാണ് ഈ അഫിഡ് ആണെങ്കിലും അഫിഡ് പല രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ബനാന ബഞ്ചി ടോപ്പ് എന്ന് പറയുന്ന ഈ വൈറസ് രോഗം ഏതെങ്കിലും ഒരു അഫിഡിൽ ഈ ഒരു വൈറസ് ഉണ്ടെങ്കിൽ ഈ അഫിഡ് ഏതൊക്കെ പ്ലാന്റിനെ പോയി ഇൻഫെക്ട് ചെയ്യുന്നു അതിലൊക്കെ ഈ ബനാന ബഞ്ചി ടോപ്പ് ഉണ്ടാവും. അതിന്റെ അർത്ഥം എന്താണ്? സർക്കുലർ നോൺ പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ഈ അഫിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സർക്കുലേറ്റീവ് നോൺ പ്രൊപ്പഗേറ്റീവ് മാനർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വൈറസ് ഈ ഒരു അഫിഡിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ബോഡിയിൽ അതിന്റെ ബ്ലഡിൽ കൂടി എല്ലാം അത് സ്പ്രെഡായി മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ അതിന്റെ നിംഫ് അടുത്ത ഒരു തലമുറയിലേക്ക് ഇത് പോകുന്നില്ല. ആ ഒരു വൈറസിൽ തന്നെ അത് ഫുൾ, ആ ഒരു വെക്ടറിന്റെ ബോഡിയിൽ അത് ഫുൾ ആയിട്ടുണ്ടെങ്കിലും അതിന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് നോൺ പ്രൊപ്പഗേറ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ആ വൈറസിന്റെ ബോഡിയിൽ അത് നിറഞ്ഞു നിൽക്കും. അതിന്റെ ഫുൾ ലൈഫ് ടൈമിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് സർക്കുലേറ്റീവ് നോൺ പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ബനാന ബഞ്ചി ടോപ്പ് വൈറസ് എന്താ പറയാ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. കാരണം 1-2 വൈറസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്ലാന്റേഷനിലും മിക്ക ബനാനയിലും ഇതുണ്ട് വരും. അത് ഇപ്പൊ അത്യാവശ്യം ക്വാറന്റൈൻ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഡിസീസും കൂടിയാണ് ബനാന ബഞ്ചി ടോപ്പ് വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന സിംറ്റം ആണ് മോഴ്സ് കോഡ് സിംറ്റം, ക്ലസ്റ്ററിംഗ് ഓഫ് ലീഫ്, ഹൂക്കിംഗ് പാറ്റേൺ. ഇനി കാർഡമം ബുഷി ഡോഫ് വൈറസ് എന്ന് പറയുന്നത് ഏത് അസിഡാണ് കോസ് ചെയ്യുന്നത്? മൈക്രോമിസിസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഇതിലും ഈ ബുഷി ഡോർഫ് എന്ന് പറയുന്ന ബുഷി ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഹൂക്കിംഗ് ടൈപ്പ് സിംറ്റംസ് ഒക്കെ അതിന്റെ ഷൂട്ടുകൾ കാണിക്കും. അപ്പം നാനോ വിറിഡയിൽ 2 ജീനസ് ആണുള്ളത്, ബാബു വൈറസും നാനോ വൈറസും. നാനോ വൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണ് സബ്റ്ററാനിയൻ ക്ലോവർ സ്റ്റണ്ട് വൈറസ്. അഫിഡ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. പിന്നെന്താ, നാനോ വൈറസിന് 8 പാർട്ടിക്കിൾസ്, ജീനോം പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ ബാബു വൈറസിന് 6 ന്യൂക്ലിക് ആസിഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ളൂ. ബാബു വൈറസിന് 2 എക്സാമ്പിൾ ആണ്, ഒന്ന് കാർഡമം ബുഷി ഡോർഫ് വൈറസും ബനാന ബഞ്ചി ടോപ്പ് വൈറസും. ബനാന ബഞ്ചി ടോപ്പ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് പെന്റലോണിയ നീഗ്രോ നെർവോസ് എന്ന് പറയുന്ന അഫിഡിലാണ്. ഈ അഫിഡില് സർക്കുലേറ്റീവ് നോൺ പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് അഫിഡില് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും വൈറസ് യഥാകാലം, പക്ഷെ അതിന്റെ കുഞ്ഞുങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നില്ല. അങ്ങനെയാണ് ബനാന ബഞ്ചി ടോപ്പ് വൈറസ് സ്പ്രെഡ് ആവുന്നത്. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ഉള്ളത് കൊളിമോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയിലാണുള്ളത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് എന്ന് പറയുമ്പോൾ സർക്കുലർ ആയിരിക്കും, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. എങ്ങനെയാണ് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വഴി. അതായത് ഈ DNAയിൽ നിന്ന് ഒരു mRNA ഉണ്ടാവും, ആ mRNAയിൽ നിന്ന് വീണ്ടും DNA ഉണ്ടാവും. അപ്പൊ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമാണ് അല്ലെ. RNAയിൽ നിന്ന് DNA ഉണ്ടാക്കുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പൊ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റെപ്ലിക്കേഷൻ ആണ് കൊളിമോവിറിഡയിലുള്ളത്. മിക്ക കൊളിമോവിറിഡെ ഫാമിലിയിൽ വരുന്ന വൈറസുകൾ ടെമ്പറേറ്റ് റീജിയൻസിലാണ് ഉള്ളത്. പിന്നെ ഈ കൊളിമോവിറിഡയ്ക്ക് ബാസിലിഫോം ഷേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐസോമെട്രിക് ഷേപ്പ് ആയിരിക്കും ഉള്ളത്. മിക്ക കൊളിമോവിറിഡെ വൈറസുകൾ മെക്കാനിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, സീഡ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ സാപ്പ് എടുത്ത് വരച്ച് നോക്കിയാലും മതി, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സീഡ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ വെക്ടർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു സെമി പെർസിസ്റ്റന്റ് മാനർ ആയിരിക്കും. സെമി പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടറിൽ യഥാകാലം ആ വൈറസ് ഉണ്ടായിരിക്കില്ല. ആ വെക്ടറിന്റെ ഒരു പ്രത്യേക ഭാഗം വരെ, ഒരു ഗട്ട് വരെ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ബോഡി പാർട്ട് വരെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അതിന്റെ ബോഡി ഫ്ലൂയിഡിൽ കൂടി ഒന്നും സ്പ്രെഡ് ആയി ഫുൾ ബോഡിയിലൊന്നും ഈ വൈറസ് ഉണ്ടായിരിക്കില്ല. ഒരു പർട്ടിക്കുലർ പോർഷൻ വരെ ഈ വൈറസിനെ നിർത്തുള്ളൂ. കുറച്ച്
അധികം നേരം ഉണ്ടാവും, പക്ഷെ എന്നാൽ ലൈഫ് ലോങ് ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് കൊളിമോവിറിഡയിൽ വരുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA സെമി പെർസിസ്റ്റന്റ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ മിക്ക കൊളിമോവിറിഡയും പറഞ്ഞല്ലോ മെക്കാനിക്കലോ സീഡോ വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ കൊളിമോവിറിഡയിൽ തന്നെ വരുന്ന കൊളിമോ വൈറസ്, ബാഡ്ന വൈറസ്, തുംഗ്രോ വൈറസ് ഇങ്ങനത്തെ ചില വൈറസുകൾ സെമി പെർസിസ്റ്റന്റ് മാനറിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് കൊളിമോ വൈറസോ ബാഡ്ന വൈറസോ തുംഗ്രോ വൈറസോ ഒക്കെ വന്ന് ഒരു വെക്ടറിൽ ഇരുന്നാൽ അത് ആ വെക്ടറിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ വരെ ഈ വൈറസ് ഉണ്ടായിരിക്കും. അത് എന്നിട്ട് ഏതൊക്കെ ചെടിയിൽ വന്ന് സാപ്പ് കുടിക്കുന്നോ ആ ഒരു ചെടികളിലൊക്കെ ഇത് വരും. അത് ചിലപ്പോൾ ഒരു ദിവസത്തേക്കോ 1-2 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ആ വൈറസ് നഷ്ടമാവും. അതുകൊണ്ടാണ് സെമി പെർസിസ്റ്റന്റ് മാനർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സെമി പെർസിസ്റ്റന്റ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എപ്പിഡെർമൽ ലെയറിനെക്കാളും താഴേക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിന്റെ ഒരു സാപ്പ് സക്കിങ് ഒരു സ്വഭാവം ഉള്ളതൊക്കെയാണ് ഈ സെമി പെർസിസ്റ്റന്റ് മാനറിൽ വരുന്നത്. ഇനി കൊളിമോവിറിഡയുടെ എക്സാമ്പിൾ ആണ് ഡയാസ്കോ വൈറസ്, ഡയസ്കോറിയ മിമുലറി അസോസിയേറ്റഡ് വൈറസ്. ഡയസ്കോറിയ എന്നൊക്കെ പറയുമ്പോൾ ചേമ്പിലൊക്കെ വരുന്ന അസുഖമാണ്. കാച്ചിലൊക്കെ വരുന്ന അസുഖമാണ് ഈ ഡയസ്കോറിയ മുമുലറി അസോസിയേറ്റഡ് വൈറസ് എന്ന് പറയുന്നത്. തുംഗ്രോ വൈറസ്, റൈസ് തുംഗ്രോ വൈറസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വാസ്കുലർ ടിഷ്യൂലൊക്കെ വന്ന് ഇൻഫെക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു സെമി പെർസിസ്റ്റന്റ് മാനറിലാണ്. അതായത് ഈ മെക്കാനിക്കലി ട്രാൻസ്മിറ്റഡ് എന്നൊക്കെ പറയുന്ന വൈറസുകൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു എപ്പിഡെർമൽ ലെയർ വരെ മതി ഒരു വെക്ടറിന് അതിനെ വിറുലിഫറസ് ആകാൻ. പക്ഷെ സെമി പെർസിസ്റ്റന്റ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് മാനർ എന്ന് പറഞ്ഞാൽ ഫ്ലോയം വരെ അല്ലെങ്കിൽ അതിന്റെ ഒരു മീസോഫിൽ സെൽ വരെ എങ്കിലും അതിനെ ആഴ്ന്നിറങ്ങി ഊറ്റി കുടിക്കുന്ന തരം വൈറസുകളെ ആ ഒരു സെമി പെർസിസ്റ്റന്റ് ലെവലിലേക്ക് പോകുള്ളൂ. അപ്പൊ ഈ തുംഗ്രോ വൈറസുകൾ അധികം കാണുന്ന അതിന്റെ ഒരു വാസ്കുലർ റീജിയനിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ വൈറസുകൾ ആ ഒരു വെക്ടറിന്റെ ബോഡിയിലേക്ക് കയറുന്നതിന് കുറച്ചേറെ നേരം അത് ഫീഡ് ചെയ്തിട്ട് അതിന്റെ ബോഡിയിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ വരെയെങ്കിലും അത് നിലനിന്നാലേ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പം ഡബിൾ സ്റ്റാൻഡേർഡ് DNA കൊളിമോവിറിഡയുടെ എക്സാമ്പിൾ ആണ് തുംഗ്രോ വൈറസ്, ബാഡ്ന വൈറസ്, കൊളിമോ വൈറസ്, ഡയസ്കോ വൈറസ്. ഡയസ്കോ വൈറസ് എന്ന് പറയുമ്പോൾ ഡയസ്കോറിയ മുമുലറി അസോസിയേറ്റഡ് വൈറസ്. അപ്പം കൊളിമോവിറിഡയുടെ പ്രത്യേകതയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? DNA ആണെങ്കിലും ഡയറക്റ്റ് DNAയിൽ നിന്നും DNA അല്ല ഉണ്ടാകുന്നത്. DNAയിൽ നിന്നും RNA, mRNAയിൽ നിന്ന് DNA അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിന്റെ ആവശ്യമുണ്ട്. ജെമിനിവിറിഡയിൽ എങ്ങനെയാണ് റോളിംഗ് സർക്കിൾ മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. പക്ഷെ കൊളിമോവിറിഡയിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വഴിയുള്ള ട്രാൻസ്മിഷൻ ആണ്. പിന്നെന്താ ഈ ബാഡ്ന വൈറസ് എന്നൊക്കെ പറയുന്നത് ബാസിലിഫോം ഷേപ്പിലാണ്. തുംഗ്രോ വൈറസ് ചെറിയൊരു ഐസോമെട്രിക് ഷേപ്പാണ്. അങ്ങനെ പല ഷേപ്പിലുള്ളതുണ്ട്. മിക്കതും ടെമ്പറേറ്റ് റീജിയൻസിലുള്ള ക്രോപ്പുകളെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ഇനി കൊളിമോ വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട് കോളിഫ്ലവർ മൊസൈക് വൈറസ്. ഈ കോളിഫ്ലവർ മൊസൈക് വൈറസ് കൊളിമോവിറിഡെ ഫാമിലിയിൽ വരുന്ന ഒരു വൈറസ് ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഈ കൊളിമോ വൈറസ് ഉണ്ടല്ലോ, അതിന്റെ ജീനോം എങ്ങനെയാണ്? ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? ഹോസ്റ്റിന്റെ DNAയിൽ പോയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേകതയും ഈ കൊളിമോ വൈറസിനുണ്ട്. പിന്നെ ഇത് മോണോപാർട്ടൈറ്റ് ആണ്. ഒരൊറ്റ ഡബിൾ സ്റ്റാൻഡേർഡ് DNA കൊളിമോ വൈറസിനുള്ളൂ. ഈ കൊളിമോ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് അഫിഡ് വഴിയാണ്. ഏത് അഫിഡ്? മിസിസ് പെർസിക്കെ, ബ്രവിക്കോനിയ ബ്രാസിക്കെ കണ്ട പേരിൽ തന്നെയുണ്ട്. ഈ വൈറസ് വഴിയാണ് കൊളിമോ വൈറസ് സ്പ്രെഡ് ആവുന്നത്. പക്ഷെ ഈ കൊളിമോ വൈറസിന് വേറൊരു പ്രത്യേകതയുണ്ട്. 2 രീതിയിലും സ്പ്രെഡ് ആകാം. അതായത് ഒരു അഫിഡിന് ഈ വൈറസിനെ ഒന്നെങ്കിൽ സെമി പെർസിസ്റ്റന്റ് ആയിട്ടോ നോൺ പെർസിസ്റ്റന്റ് ആയിട്ടോ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. മിക്ക നോൺ പെർസിസ്റ്റന്റ് വൈറസുകളും മെക്കാനിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നോൺ പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ വെക്ടറിൽ അധികം ബോഡി കൂടെ ഒന്നും സ്പ്രെഡ് ആകണമെന്നില്ല. സ്റ്റൈലറ്റ് വരെ വന്നാൽ മതി, അത് വിറുലിഫറസ് ആവും. അങ്ങനെ ഒരു അഫിഡിന് സെമി പെർസിസ്റ്റന്റോ നോൺ പെർസിസ്റ്റന്റോ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രക്രിയനെയാണ് ബൈമോഡൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബൈമോഡൽ ട്രാൻസ്മിഷൻ ഏത് വൈറസിനാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം വരും. അതിന്റെ ഉത്തരം കോളിഫ്ലവർ മൊസൈക് വൈറസ് ആണ്. പിന്നെ ഈ കോളിഫ്ലവർ മൊസൈക് വൈറസിന്റെ പ്രത്യേകത എന്താണ്? അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്? 2 രീതിയിലും ട്രാൻസ്മിറ്റ് ചെയ്യാം, സെമി പെർസിസ്റ്റന്റും നോൺ പെർസിസ്റ്റന്റും വഴി. പിന്നെ കോളിഫ്ലവർ മൊസൈക് വൈറസിന് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയതുകൊണ്ട് ഹോസ്റ്റിന്റെ DNAയിൽ പോയി ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. മോണോപാർട്ടൈറ്റും ആണ്. ഇനി അടുത്ത ഉദാഹരണമാണ് ബാഡ്ന വൈറസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ബാസിലിഫോം ഷേപ്പ് ആണ്. ഒരു ഉദാഹരണം ബനാന സ്ട്രീക്ക് വൈറസ് ആണ്. ഈ ബാഡ്ന വൈറസിനും ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണല്ലോ,
ഹോസ്റ്റിന്റെ DNA, പ്ലാന്റിന്റെ DNA പോയി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. മോണോപാർട്ടേറ്റ് ആണ്. പക്ഷേ ഈ ബനാന സ്ട്രീക്ക് വൈറസ് ഇതിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? മീലി ബഗും അഫിഡും വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഏത് മീലി ബഗ്? ഫെറീസിയ വിർഗേറ്റ എന്ന് പറയുന്ന മീലി ബഗ്. പിന്നെ ഈ ബാഡ്ന വൈറസ്, കൊളിമോ വൈറസ് നമ്മൾ പറഞ്ഞു സെമി പെർസിസ്റ്റന്റ് ആണ് എന്ന്. അപ്പൊ ഈ ബാഡ്ന വൈറസ് എവിടെയാണ് അധികവും കാണുന്നത്? സീവ് ട്യൂബ്സ്, സൈലന്റ് പാരൻകൈമ, അത്രയും ഡീപ്പ് ആയിട്ടാണ് ഈ വൈറസ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരിക്കും ഉള്ളത്. ഏത് വെക്ടർ വഴിയാണ് ഈ ബനാന സ്ട്രീക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അഫിഡും മീലി ബഗും വഴി. അപ്പം കോളിഫ്ലവർ മൊസൈക്ക് ഏത് വഴിയാണ്? അഫിഡ് വഴിയാണ്. പക്ഷെ രണ്ട് രീതിയിലും ട്രാൻസ്മിറ്റ് ആവും, സെമി പെർസിസ്റ്റന്റ്, നോൺ പെർസിസ്റ്റന്റ് വഴി. ഇനി തുംഗ്രോ വൈറസ്. തുംഗ്രോ വൈറസ് എന്ന് പറഞ്ഞാൽ കോളിമോ വിരിഡയിൽ വരുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ള വൈറസ് ആണ് തുംഗ്രോ വൈറസ്. തുംഗ്രോ വൈറസിന് ഒരു എക്സാമ്പിൾ ആണ് റൈസ് തുംഗ്രോ ബാസിലിഫോം വൈറസ്. റൈസ് തുംഗ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഡീജനറേറ്റഡ് ഗ്രോത്ത്. അപ്പൊ ഈ റൈസ് തുംഗ്രോ എന്ന് പറഞ്ഞാൽ ഈ നെല്ലുകൾക്ക് സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും, ഒരു ഓറഞ്ച് ഡിസ്കളറേഷൻ ഒക്കെ വരും. അങ്ങനത്തെ ഒരു വൈറസ്. ടില്ലറിങ് വളരെ കൂടുതലുണ്ടാവും, പാനിക്കുകളൊക്കെ സ്റ്റെറൈൽ ആയിരിക്കും, അതിന്റെ ഈൽഡ് ഒക്കെ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു വൈറസ് രോഗമാണ് ഈ തുംഗ്രോ വൈറസ് എന്ന് പറഞ്ഞാൽ. ഈ തുംഗ്രോ വൈറസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ള വൈറസ് ആണ്. കൊളിമോ വിരിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിൽ വരുന്ന വൈറസ് ആണ് ഈ തുംഗ്രോ വൈറസ്. തുംഗ്രോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുണ്ടല്ലോ ലീഫ് ഹോപ്പർ വഴിയാണ്. പക്ഷെ ഈ തുംഗ്രോ വൈറസിന് ഒരു ഹെൽപ്പർ വൈറസിന്റെ ഒരു സ്ഫെറിക്കൽ വൈറസും കൂടെ ഉണ്ട്, വൈഗ വൈറസ്. ഈ രണ്ട് വൈറസുകൾ കൂടിയിട്ടാണ് ഒന്നിച്ച് തുംഗ്രോ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ലീഫ് ഹോപ്പർ വഴിയാണ് തുംഗ്രോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. അപ്പം ഇത്രയും നേരം നമ്മൾ പഠിച്ചത് DNA വൈറസുകളെ പറ്റിയായിരുന്നു. ഏതൊക്കെ DNA വൈറസുകൾ? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, ഡബിൾ സ്റ്റാൻഡേർഡ് DNA. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA രണ്ട് ഫാമിലിക്കുണ്ട്, ജെമിനിവിറിഡേക്കും നാനോവിറിഡേക്കും. ജെമിനിവിറിഡയില് പ്രോമിനന്റ് എക്സാമ്പിൾ ആണ് ബീൻ ഗോൾഡൻ മൊസൈക്ക് വൈറസ്, ബെഗോമോ വൈറസ്. ബെഗോമോ വൈറസ് എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു? ബെൻഡി യെല്ലോ വെയിൻ മൊസൈക്ക് വൈറസ്, ബെഗോമോ വൈറസ്, ആഫ്രിക്കൻ കസാവ മൊസൈക്ക് വൈറസ് ഒക്കെ. അതല്ലാണ്ട് വേറെ ഏതൊക്കെയാണ് ജെമിനിവിറിഡയിലുള്ള എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഗോമോ വൈറസ് കൂടാതെ ടൊപ്പക്കോ വൈറസ്, കെർട്ടോ വൈറസ്. ടൊപ്പക്കോ എന്ന് പറയുമ്പോൾ ടൊമാറ്റോ സ്യൂഡോകള്ളിറ്റോപ്പ്. ഏത് വഴിയാണ് ടൊമാറ്റോ സ്യൂഡോകള്ളിറ്റോപ്പ് ട്രാൻസ്ഫർ ആകുന്നത്? ട്രീ ഹോപ്പർ വഴി. കെർട്ടോ വൈറസ് പറഞ്ഞാൽ ബീറ്റ് കള്ളിറ്റോപ്പ്. ബീറ്റ് കള്ളിറ്റോപ്പ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആകുന്നത്? ലീഫ് ഹോപ്പർ വഴി. മേസ് സ്ട്രീക്ക് വൈറസ്, മേസ് ട്രീ വൈറസ് ആണ് അടുത്ത എക്സാമ്പിൾ. പിന്നെ ജെമിനിവിറിഡെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ അടുത്തത് നാനോവിറിഡെ. നാനോവിറിഡെയാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. നാനോവിറിഡയിൽ രണ്ട് വൈറസ് ഉണ്ട്, നാനോ വൈറസ്, ബാബു വൈറസ്. ബാബു വൈറസ് എന്ന് പറയുമ്പോൾ ബനാന ബഞ്ചിടോപ്പ് വൈറസ്. അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പെൻഡലോണിയ നീഗ്രോ നെർവോസ. സർക്കുലേറ്റീവ് നോൺ പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ഈ അഫിഡ് ബനാന ബഞ്ചിടോപ്പ് എന്ന് പറഞ്ഞ അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്വാറന്റൈൻ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സർക്കുലേറ്റീവ് നോൺ പ്രൊപ്പഗേറ്റീവ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നാനോ വൈറസിന്റെ എക്സാമ്പിൾ ആണ് സബ്സ്റ്ററാനിയൻ ഫ്ലോവർസ്റ്റന്റ് വൈറസ്. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറയുമ്പോൾ കൊളിമോ വിരിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ളത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ള കൊളിമോ വിരിഡയിൽ പെടുന്ന എല്ലാ അംഗങ്ങൾക്കും ഹോസ്റ്റിന്റെ DNA പോയി DNA ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ മിക്ക കൊളിമോ വിരിഡയും മെക്കാനിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില വെക്ടർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളാണ് കൊളിമോ വൈറസ്, ബാഡ്ന വൈറസ്, തുംഗ്രോ വൈറസ് ഒക്കെ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെക്ടർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമെങ്കിൽ സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരിക്കും ഉള്ളത്. അതിൽ ബാഡ്ന വൈറസ് എന്ന് പറയുമ്പം ബാസിലിഫോം വൈറസ് ആണ്. ബനാന സ്ട്രീക്ക് വൈറസ് ആണ് എക്സാമ്പിൾ. അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മിസിസ് പെർസിക്കെ. കൊളിമോ വൈറസ് ആണ് വേറൊരു വൈറസ്. ഈ കൊളിമോ വൈറസ് എന്ന് പറഞ്ഞാൽ ബൈമോഡൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതായത് ഈ അഫിഡ്, കൊളിമോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അഫിഡിന് ബോത്ത് നോൺ പെർസിസ്റ്റന്റ് ആൻഡ് സെമി പെർസിസ്റ്റന്റ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റൈസ് തുംഗ്രോ വൈറസ് ഒരു ലീഫ് ഹോപ്പർ വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, നെഫ്രോറ്റിറ്റിക്സ് വൈറസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റൈസ് തുംഗ്രോ DNA വൈറസിന് എപ്പോഴും ഒരു RNA വൈറസ്, ഒരു സ്ഫെറിക്കൽ RNA വൈറസും കൂട്ടുണ്ടായിരിക്കും ഈ റൈസ് തുംഗ്രോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വഴി. അങ്ങനെയാണ് ഈ തുംഗ്രോ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയാണ് DNA വൈറസുകളെ പറ്റിയുള്ള ഒരു സംക്ഷിപ്ത രൂപം. ഇനി DNA പോലെ തന്നെ പലതരത്തിലുള്ള RNA വൈറസുകളുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ഉണ്ട്, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ഉണ്ട്. അപ്പൊ അതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകൾ വരുന്ന ഒരു ഫാമിലിയാണ് റിയോവിറിഡെ എന്ന് പറയുന്നത്. ഈ റിയോവിറിഡെ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ള ഈ റിയോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന വൈറസുകൾക്ക് പ്ലാന്റ്സിലും ഇൻസെക്റ്റിലും ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വൈറസുകളാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA റിയോവിറിഡെ വൈറസുകൾ. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് സിംഗിൾ ആയിട്ടല്ല നിൽക്കുന്നത്. നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ
മോണോപാർട്ടൈറ്റ് ആണ് അധികവും നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷെ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ടുള്ള ജെമിനി വിറിഡയിൽ ഇപ്പൊ പറയുവാണെങ്കിൽ ബാബു വൈറസിൽ 8 ഉണ്ട്, നാനോ വൈറസിൽ 6 ഉണ്ട്. ഏത് നാനോ വിറിഡേ വരുന്നവർ. ജെമിനി വിറിഡയിൽ ബൈപാർട്ടൈറ്റ് ആയിട്ടുള്ളത് ബെഗോമ വൈറസ് ആണ്, ബാക്കിയെല്ലാം മോണോപാർട്ടൈറ്റ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ള ജെമിനി വിറിഡേ, നാനോ വിറിഡേ. അതിൽ ജെമിനി വിറിഡയിൽ ബെഗോമ വൈറസ് വെച്ച് ബാക്കിയെല്ലാം മോണോപാർട്ടൈറ്റ് ആണ്. എന്നാൽ ചില ബെഗോമ വൈറസുകൾ മോണോപാർട്ടൈറ്റും ഉണ്ട്. ഇനി നാനോ വിറിഡയിൽ വരുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറഞ്ഞാൽ ബാബു വൈറസിൽ 8 ഉണ്ട്, നാനോ വൈറസിൽ 6 ഉണ്ട്. അങ്ങനെ കൊളിമോ വിറിഡയിൽ വരുന്നതെല്ലാം സിംഗിൾ സ്റ്റാൻഡേർഡ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. നമ്മൾ കൊളിമോ വിറിഡയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ എക്സാമ്പിൾസും ഒരൊറ്റ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉള്ളതാണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA പോയിട്ട് ഹോസ്റ്റിന്റെ DNAയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളായിട്ടുള്ള റിയോ വിറിഡേ ഫാമിലിയിൽ വരുമ്പം മൾട്ടി പാർട്ടൈറ്റ് ആണ് ഉള്ളത്. അതായത് ഒന്നിൽ കൂടുതൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNAകളുണ്ട്. അത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 തൊട്ട് 12 വരെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് RNAകളാണ് ഈ വൈറസുകളിലുള്ളത്. അത് ചിലപ്പോൾ ഒരൊറ്റ പ്രോട്ടീൻ കോട്ടിലായിരിക്കാം, അല്ലെങ്കിൽ പല പ്രോട്ടീൻ കോട്ടുകളിലായിരിക്കാം. അപ്പൊ ഈ പല പ്രോട്ടീൻ കോട്ടുകളിൽ ഏകദേശം 9 തൊട്ട് 12 വരെ RNA പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ 9 തൊട്ട് 12 വരെയുള്ള RNA പാർട്ടിക്കിൾസിലാണ് റെപ്ലിക്കേഷന് വേണ്ടിയിട്ടും പ്രോട്ടീൻ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും പല ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരൊറ്റ പാർട്ടിക്കിളായിരിക്കാം, ചില പല പാർട്ടിക്കിൾസിലായിരിക്കും. അപ്പൊ നമ്മളൊരു പ്ലാന്റിൽ നോക്കുമ്പോൾ പല പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ പല പാർട്ടിക്കിൾസ് കൂടിയിട്ടാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ റിയോ വിറിഡയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോട്ടീൻ കോട്ടിന് സ്പൈക്ക് ഉണ്ടായിരിക്കും. 2 തരം സ്പൈക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് ഏകദേശം ഒരു ഡബിൾ ലെയർ അല്ലെങ്കിൽ ഒരു ഷീൽഡ് പോലെ ഉണ്ടായിരിക്കും. ഒരു ഡബിൾ ഷീൽഡ്, അതായത് ഒരു കോട്ട്, അതിന് ചുറ്റും കുറെ സ്പൈക്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ ഉണ്ടായിരിക്കും, ഒരു ചട്ട പോലെ. അതിനൊരു ഡബിൾ ലെയർ പോലെയൊക്കെ നമുക്ക് തോന്നും ഈ സ്പൈക്ക് കാരണം. അപ്പൊ ഈ റിയോ വിറിഡയിൽ വരുന്ന ചില ജീനസുകളാണ് ഫിജി വൈറസ്, ഒറൈസ വൈറസ്, ഫൈറ്റോറിയോ വൈറസ്. അപ്പോൾ ജനറലി എന്താണ് റിയോ വിറിഡേ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഒന്നായിട്ടല്ല നിൽക്കുന്നത്, കുറേ ഉണ്ട്, 10-12 പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ ഈ 10-12 പാർട്ടിക്കിൾസ് കോട്ട് ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ കോട്ടിന് സ്പൈക്കുകളുണ്ട്. അപ്പൊ അത് സ്പൈക്ക് കാരണം അതിനൊരു ഷീൽഡ് പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ ഈ 9 തൊട്ട് 12 RNAകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 9 തൊട്ട് 12 RNAകളുടെ ന്യൂക്ലിയം സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. 20 കിലോ ബേസ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ബേസ് പെയറുകളാണ് ഒരൊറ്റ RNAയിലുള്ളത്. അപ്പൊ എന്താ, അത്യാവശ്യം നല്ല വലിയ വൈറസുകളാണ് അല്ലെ. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്, 9 തൊട്ട് 12 വൈറസുകളുണ്ട്. ഒരൊറ്റ RNA തന്നെ എന്താ പറയാ 20,000 ബേസ് പെയറുകളൊക്കെ ഉണ്ട്. ഈ RNAകളെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ കോട്ടിന് ചുറ്റും സ്പൈക്കുകളുണ്ട്. അങ്ങനെ ഇതാണ് റിയോ വിറിഡേ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയുടെ പെക്യുലിയർ ക്യാരക്ടർ. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഇനി ഈ റിയോ വിറിഡയിൽ വരുന്ന ജീനസുകളാണ് ഫിജി വൈറസ്, ഒറൈസ വൈറസ്, പിന്നെ ഫൈറ്റോറിയോ വൈറസ്. ഫിജി വൈറസ് എന്ന് പറയുന്ന ഫൈറ്റോറിയോ വൈറസ് അല്ലെങ്കിൽ ഒരു റിയോ വിറിഡയിൽ വരുന്ന ഫൈറ്റോറിയോ വൈറസിന്റെ ഒരു ജീനസിന്റെ ഒരു എക്സാമ്പിളാണ് ഫിജി വൈറസ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്. 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അതായത് ഈ ഫിജി വൈറസ് എന്ന് പറഞ്ഞ റിയോ വിറിഡേ ഫാമിലിയിൽ വരുന്ന വൈറസിന് 10, ഒന്നാമത്തെ റിയോ വിറിഡേ എന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അപ്പൊ ഫിജി വൈറസിൽ 10 എണ്ണം ഉണ്ട് ഇത്. ഈ ഫിജി വൈറസ് ജനറലി കോസ് ചെയ്യുന്ന അസുഖമാണ് ബ്ലാക്ക് സ്ട്രീക്ക് ഡ്വാർഫ് വൈറസ്. ബനാനയിലാണ് ഇത് അധികവും കാണുന്നത്, ബനാന ബ്ലാക്ക് സ്ട്രീക്ക് ഡ്വാർഫ് വൈറസ്. പിന്നെ ആദ്യത്തെ ഫിജി വൈറസ് എന്ന് പറയുന്നത് ഷുഗർ കെയിനിലാണ് റിപ്പോർട്ട് ചെയ്തത്, തമിഴ്നാട്ടില്. ഫിജി എന്നുള്ള പേരൊക്കെ വരാൻ കാരണം ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം വെച്ചിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ പൊതുവെ ഈ ഫിജി വൈറസുകൾ ബനാനയിൽ ബ്ലാക്ക് സ്ട്രീക്ക് ഡ്വാർഫ് വൈറസ് ഉണ്ടാക്കും. ബനാനയിൽ നമ്മൾ വേറൊരു DNA വൈറസിന്റെ അസുഖവും പഠിച്ചിട്ടുണ്ട്, ബനാന സ്ട്രീക്ക് വൈറസ്, ബാഡ്ന വൈറസ്. പോരാതെ തന്നെ ബനാനയില് ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാരണം ഉണ്ടാകുന്ന വൈറസ് ആണ് ബ്ലാക്ക് സ്ട്രീക്ക് ഡ്വാർഫ് വൈറസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വഴി ഉണ്ടാകുന്ന ബനാന ബ്ലാക്ക് സ്ട്രീക്ക് ഡ്വാർഫ് വൈറസിന് ഒരു കറുത്ത കളറുള്ള സ്ട്രീക്ക് ആയിരിക്കും, അതിൽ കൂടെ ഒരു എക്സുഡേഷൻസ് ഒക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ തരം സിംറ്റം കണ്ട ഓർത്തോ അതൊരു ഫിജി വൈറസ് ആണ്. പിന്നെ വേറെ ഷുഗർ കെയിനിൽ ഫിജി വൈറസ് അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫിജി വൈറസിന് പ്രത്യേകത 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണുള്ളത്. ഈ 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ള വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പ്ലാന്റ് ഹോപ്പർ വഴിയാണ്.
പ്ലാന്റ് ഹോപ്പറും ലീഫ് ഹോപ്പറും ഡിഫറെന്റ് ആണ്. ഫിജി വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പ്ലാന്റ് ഹോപ്പർ വഴിയാണ്. ഏത് പ്ലാന്റ് ഹോപ്പർ? ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്ന് പറയപ്പെടുന്ന നിലപർവ്വത ലൂഗൻസ് പറയുന്ന പ്ലാന്റ് ഹോപ്പർ വഴിയാണ് ഈ ഫിജി വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫിജി വൈറസ് ജനറലി ഫ്ലോയത്തിലാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇച്ചിരി ആഴ്ന്നിറങ്ങിയിട്ട് വേണം ഇതിന്റെ വെക്ടറിനെ വൈറസിനെ എടുക്കാൻ. അപ്പൊ സ്വാഭാവികമായി അത് ഏത് രീതിയിലുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരിക്കും? പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ്, എപ്പോഴും നിലനിൽക്കുന്ന, അതിന്റെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഫുൾ ബോഡി പാർട്ടിലും നിലനിൽക്കുന്ന ഒരു തരം പ്രത്യേക രീതിയിലുള്ള ട്രാൻസ്മിഷൻ ആണുള്ളത്, പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ്. ഇത് ഫ്ലോയത്തിൽ വന്ന് ഇൻഫെക്ട് ചെയ്ത് വരുമ്പോൾ കാണിക്കുന്ന സിംറ്റംസ് ആണ് ഈനേഷൻ അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുന്നത്. ഈനേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഇല എടുക്കുമ്പം ആ ഇലയുടെ മുകളിൽ കുറെ കുഞ്ഞു 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 തീരെ തരി പോലെ ഇലകൾ ചെറുതായിട്ട് കാണും, ചെറുതായിട്ട്. ആ ടൈപ്പ് സിംറ്റത്തിനെയാണ് ഈനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണ്. ഇങ്ങനെ ഇലയുടെ മുകളിൽ ഇങ്ങനെ ഉണ്ട പോലെ കാണുന്ന ഒരു സിംറ്റം ആണ് ഈനേഷൻ ആൻഡ് ഗോൾസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫിജി വൈറസ് ഒരു റിയോവിറിഡെ ഫാമിലി വരുന്ന വൈറസ് ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്. ഈ ഫിജി വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ ആയിട്ടുള്ള നിലപർവ്വത ലൂഗൻസ് വഴിയാണ്. ഫ്ലോയത്തിലാണ് ഇൻഫെക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. പിന്നെ ജനറലി കോസ് ചെയ്യുന്ന സിംറ്റം ഈനേഷൻ, ഗോൾസ് ഒക്കെയാണ്. എക്സാമ്പിൾ ഫിജി വൈറസിന് ബനാന ബ്ലാക്ക് സ്ട്രീക്ക് ഡ്വാർഫ് വൈറസ് ആണ്. അത് ബ്ലാക്ക് സ്ട്രീക്ക് ഉണ്ടാക്കും, എക്സുഡേഷൻ ഉണ്ടാക്കും. പിന്നെ ഷുഗർ കെയിനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫിജി വൈറസ് റിപ്പോർട്ട് ചെയ്തത്. നാനിസം എന്നാണ് ആ ഒരു സിംറ്റത്തിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത റിയോവിറിഡയിൽ ഫാമിലി വരുന്ന ഫൈറ്റോറിയോ വൈറസ് ആണ്. ഈ റിയോവിറിഡെ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യും. അതിൽ പ്ലാന്റ്സ് ഇൻഫെക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അടുത്ത ഒരു റിയോവിറിഡയിൽ വരുന്ന ഫൈറ്റോറിയോ വൈറസ് ആണ് ഒറൈസ വൈറസ്. ഈ ഒറൈസ വൈറസിനും 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ഉള്ളത്. ഒറൈസ വൈറസും നിലപർവ്വത ലൂഗൻസ് എന്ന് പറയുന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സെയിം സിംറ്റം ഈനേഷനും ഗോൾസും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒറൈസ വൈറസ് മിക്കവാറും മീസോഫിൽ സെൽസിലാണ് കാണുന്നത്. ഒറൈസ വൈറസും പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒറൈസ വൈറസിന്റെ ഒരു ഉദാഹരണമാണ് റൈസ് റാഗ്ഡ് സ്റ്റണ്ട് വൈറസ്. ഈ റാഗ്ഡ് സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സിംറ്റത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ പേര്. ഇലയൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മാർജിനിലൊക്കെ ഇങ്ങനെ എന്താ പറയാ റാഗ്സ് ആയിട്ട് ഇങ്ങനെ ചികിചികാന്നിരിക്കും. സ്റ്റെറൈൽ പാനിക്കിളായിരിക്കും. ആ ഒരു സിംറ്റം വെച്ചിട്ടാണ് റാഗ്ഡ് സ്റ്റണ്ട് വൈറസ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വൈറസിന്റെ പേരാണ് ഒറൈസ വൈറസ്. ആ പേരിൽ തന്നെ ഉണ്ട് റൈസിൽ ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് റൈസ് റാഗ്ഡ് സ്റ്റണ്ട് വൈറസ്. അപ്പം ഈ റൈസ് റാഗ്ഡ് സ്റ്റണ്ട് വൈറസ് ഏത് ജീനസിലാണ് ഉള്ളത്? ഒറൈസ വൈറസ് എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് RNA. എത്ര എണ്ണം ഉണ്ട്? 10 ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ഒറൈസ വൈറസിലുള്ളത്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA വരുന്ന ഫാമിലി ഏതാ? റിയോവിറിഡെ. ഈ ഒറൈസ വൈറസും നിലപർവ്വത ലൂഗൻസ് പറയുന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി വേറെ ഒരു വൈറസ് ആണ് ഫൈറ്റോറിയോ വൈറസും ഒരു റിയോവിറിഡെ ഫാമിലിയാണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ 3 ഫിജി വൈറസിന്റെ അടുത്തും ഒറൈസ വൈറസിന്റെ അടുത്തും റിയോ വൈറസിന്റെ അടുത്തും റിയോവിറിഡെ എന്നാണ് എഴുതാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഫാമിലി നെയിമാണ് എഴുതാൻ ഉദ്ദേശിച്ചത്. ഇത് തെറ്റിപ്പോയതാണ്. ഞാനത് കറക്റ്റ് ചെയ്തിട്ട് തരാം. അപ്പം ഫൈറ്റോറിയോ വൈറസും ഒരു റിയോവിറിഡെ ഫാമിലിയിൽ വരുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ള വൈറസ് ആണ്. ഇത് 12 ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ വൈറസുകളും ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ അല്ലെങ്കിൽ നിലപർവ്വത ലൂഗൻസ് എന്ന് പറയുന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഗോൾസ് ആണ് ഉണ്ടാക്കുന്ന സിംറ്റം. മീസോഫിലിലും ഫ്ലോയത്തിലും കാണും. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഡബിൾ സ്റ്റാൻഡേർഡ് RNA റിയോവിറിഡെ ഫാമിലിയിൽ വരുന്നതാണ്. അതിന് ഉദാഹരണമാണ് ഫിജി വൈറസ്, ഒറൈസ വൈറസ്, ഫൈറ്റോറിയോ വൈറസുകളൊക്കെ. ഈ 3 വൈറസുകളും ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണെന്ന് മാത്രമല്ല, ഈ 3 വൈറസുകളും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് പ്ലാന്റ് ഹോപ്പർ വഴിയിട്ടാണ്. നിലപർവ്വത ലൂഗൻസ് എന്ന് പറയുന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ ആണ്. ചിലതൊക്കെ ലീഫ് ഹോപ്പർ ഉണ്ടെങ്കിലും മേജർ ആയിട്ട് പ്ലാന്റ് ഹോപ്പർ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ 3 വൈറസ്, അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയുന്ന റിയോവിറിഡെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മാനറിലാണ്. അതായത് അതിന്റെ ബ്ലഡിൽ കൂടെ അല്ല അത് സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് RNA
പ്ലാൻ ഹോപ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഡബിൾ സ്ട്രാൻഡഡ് RNA ഉള്ള വൈറസ് പ്ലാൻ ഹോപ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്റ്റിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യും. പെർസിസ്റ്റന്റ് സർക്കുലേറ്റിംഗ് മോഡിലാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ചെടികളിൽ രോഗം പടർത്തുന്നത്. ഏതൊക്കെ തരം രോഗങ്ങളാണ്? റൈസ് റാൻഡ്സ്റ്റാൻഡ് വൈറസ്, അത് ഏത് ജീനസിൽ വരും? ഒറൈസ വൈറസ്. പിന്നത്തേതാണ് ബനാന ബ്ലാക്ക് സ്ട്രിക് ഡ്വാർഫ് വൈറസ്, അത് ഏത് വൈറസ് ഗ്രൂപ്പിൽ വരും? ഫിജി വൈറസ്. പിന്നെ ഒറൈസ, പിന്നെ ഫൈറ്റോറിയോ വൈറസ്. ഇത്രയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ പ്രത്യേകത. പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയുമ്പോൾ 10-12 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇവരുടെ പ്രോട്ടീൻ കോട്ട് സ്പൈക്സ് ഉണ്ടായിരിക്കും, അതുകൊണ്ടൊരു ഷീൽഡ് പോലെ തോന്നിക്കും. അതാണ് അതിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ പ്രോട്ടീൻ കോട്ടിന്റെ പ്രത്യേകത. പിന്നെ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് പ്രത്യേകത. പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മോഡിലാണ്. ഏത് തരം വെക്ടറാണ്? മിക്കവാറും ഒരു പ്ലാൻ ഹോപ്പർ വഴിയിട്ടാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ പ്രത്യേകത. എന്തൊക്കെ? 10-12 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ഇവരുടെ പ്രോട്ടീൻ കോഡിന് ചുറ്റും ഒരു സ്പൈക്ക് ഉണ്ടായിരിക്കും, പ്ലാൻ ഹോപ്പർ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മാനറിലാണ്, അതായത് ആ പ്ലാൻ ഹോപ്പറിന്റെ ബോഡിയിൽ മുഴുവൻ സ്പ്രെഡായി മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA പ്ലാന്റിലും വെക്ടറിലും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മാനറാണ്. ഇതെല്ലാമാണ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളുടെ പ്രത്യേകത. ഇനി തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളെ പറ്റിയാണ്. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA പോസിറ്റീവും നെഗറ്റീവ് സ്റ്റാൻഡും ഉണ്ട്. പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ് അധികം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ തെറ്റുണ്ടായിരുന്നു. പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറഞ്ഞാൽ 5'3' ഡയറക്ഷനിലായിരിക്കും അതിന്റെ ഒരു ഓറിയന്റേഷൻ ഉള്ളത്. നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറഞ്ഞാൽ 3'5' ഡയറക്ഷനിലായിരിക്കും ഉള്ളത്. മെജോറിറ്റി സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകളും പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് വൈറസ് ആണ്. അതിന് ഒരു 10-12 ഫാമിലികളുണ്ട്. പിന്നെ രണ്ട് സ്ട്രാൻഡും കാണിക്കുന്ന ഫാമിലിയാണ് ടോസ്പോവിറിഡെ. നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA 1-2 ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റാബ്ഡോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയാണ്. അതിന്റെ ഒരു പ്രത്യേകത ബുള്ളറ്റ് ഷേപ്പിലായിരിക്കും, ഒരു ലിപ്പിഡ് മെംബ്രെയിൻ എൻവലപ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNAക്കും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ രീതിയും സൈറ്റോപ്ലാസ്റ്റിൽ ഇൻക്ലൂഷൻ വരുത്തുന്ന രീതിയും ആ രീതിയിലൊക്കെയാണ് ബാക്കി ഫാമിലീസ് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ രണ്ടും പോസിറ്റീവും നെഗറ്റീവും കാണപ്പെടുന്ന ഒരൊറ്റ ഫാമിലിയാണ് ടോസ്പോവിറിഡെ. നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ളതാണ് റാബ്ഡോവിറിഡെ. പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉള്ളതിന്റെ ഫാമിലീസ് എക്സാമ്പിളാണ് സീക്കോവിറിഡെ, ആൽഫ ഫ്ലെക്സിവിറിഡെ, ബീറ്റ ഫ്ലെക്സിവിറിഡെ, ബ്രോമോവിറിഡെ, ക്ലോസ്ട്രോവിറിഡെ, ലൂട്ടിയോവിറിഡെ, പോർട്ടിവിറിഡെ, ടോംബസ് വിറിഡെ, വിർഗാവിറിഡെ, സൊബീമോവിറിഡെ, ബെന്നിവിറിഡെ എന്നൊക്കെ പറയുന്ന പല പല ഫാമിലികൾ. സീക്കോവിറിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന വൈറസുകൾക്കും പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അതിന്റെ ഓറിയന്റേഷൻ 5'3' ഡയറക്ഷനിലാണ് ഉള്ളത്. മിക്ക ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് സീക്കോവിറിഡയിലാണ് വരുന്നത്. ഈ സീക്കോ എന്ന് പറഞ്ഞാല് പൈക്കോ RNA വൈറൽസ് എന്ന് പറഞ്ഞ ഓർഡറിൽ വരുന്ന ഒരു ഫാമിലിയാണ് ഈ സീക്കോവിറിഡെ എന്ന് പറഞ്ഞ. പൈക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സൈസ്, ഒരു 25-30 നാനോമീറ്റർ ചെറിയ കുഞ്ഞു സൈസുള്ള വൈറസുകളാണ് ഈ സീക്കോവിറിഡെ എന്ന് പറഞ്ഞാൽ. ഈ സീക്കോവിറിഡയിലും RNA ഒരൊറ്റ RNA ആയിട്ടോ അല്ലെങ്കിൽ 2 RNA ബൈപാർട്ടൈറ്റോ മോണോപാർട്ടൈറ്റോ ആയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് RNA ഉള്ള ഈ സീക്കോവിറിഡെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തില് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കിട്ടിയ ഒരു മെംബ്രെയിൻ, ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു മെംബ്രെയിനകത്താണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത് സീക്കോവിറിഡെ. ഇതാണ് സീക്കോവിറിഡെ ഒരു പ്രത്യേകത. പിന്നെ സീക്കോവിറിഡയിൽ വരുന്ന ചില വൈറസുകളാണ് കോമോ വൈറസ്, കൗപ്പി മൊസൈക് വൈറസ്, ഫാബ വൈറസ്, നെപ്പോ വൈറസ് ഒക്കെ. നെപ്പോ വൈറസ് എന്താണ്? ഈ നെമറ്റോ ട്രാൻസ്മിറ്റഡ് പോളിഹെഡ്രൽ വൈറസ് ആണ് നെപ്പോ വൈറസ്. പിന്നെ വേറെ ചില വൈറസുകളാണ് ചേര വൈറസ്, അദ്വ വൈറസ്, സെക്വി വൈറസ്, ടൊറാഡോ വൈറസ്, വൈഗ വൈറസ് എന്നൊക്കെ പറയുന്ന സബ് ഫാമിലി ഇല്ലാത്ത വൈറസുകളാണ് ഈ ചേര വൈറസ്, അദ്വ വൈറസ്, സീക്വി വൈറസ്, ടൊറാഡോ വൈറസ്, വൈഗ വൈറസ്. അപ്പം ഈ സീക്കോവിറിഡയുടെ ജനറൽ ക്യാരക്ടർ എന്താണ്? സീക്കോവിറിഡെ എന്ന് പറഞ്ഞാൽ ചെറിയ വൈറസ് ആണ്, ഒരു 25-30 നാനോമീറ്റർ സൈസേ ഉള്ളൂ. പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. പിന്നത്തെ പ്രത്യേകത എന്താണ്? സൈറ്റോപ്ലാസത്തിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കിട്ടിയ ഒരു മെംബ്രെയിനകത്താണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സീക്കോ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ചെറിയ വൈറസ്. ഈ ചെറിയ വൈറസുകളുടെ എക്സാമ്പിൾ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്നത് ഏതൊക്കെയാണ്? കൗപ്പി മൊസൈക് വൈറസ്, കോമോ വൈറസ്, ഫാബ വൈറസ്, നെപ്പോ വൈറസ്, പിന്നെ ചേര വൈറസ്, അദ്വ വൈറസ്, സെക്വി വൈറസ്, ടൊറാഡോ വൈറസ്, വൈഗ വൈറസ്, നെപ്പോ. അപ്പം ഈ സീക്കോവിറിഡയിലെ എന്താണ്
നമ്മൾ നെമറ്റോ ട്രാൻസ്മിറ്റഡ് വൈറസുകളെ പറ്റിയും സീക്കോവിറിഡയിൽ പഠിക്കുന്നുണ്ട്. അതിൽ കോമോ വൈറസ് എന്ന് പറയുന്നത് ഈ കൗപ്പി മൊസൈക് വൈറസ്. ഈ കൗപ്പി മൊസൈക് വൈറസ് ബീറ്റിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ബീറ്റിൽ വഴിയാണെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മാനർ. സർക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബീറ്റിലിന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കും. ബൈപാർട്ടൈറ്റ് ആണ് ഈ കൗപ്പി മൊസൈക് എന്ന് പറഞ്ഞാൽ. ഇത് ചെറിയ ചെറിയ മോട്ടലിംഗ് മൊസൈക്കുകളുടെ സിംറ്റംസ് കാണിക്കുന്നതാണ് ഈ കോമോ വൈറസ്. ഇനി ഫാബ വൈറസ് എന്ന് പറയുന്നത് ബ്രോഡ് ബീൻ വിൽറ്റ് വൈറസ് ആണ്. ഈ ഫാബ വൈറസിന്റെ ഒരു എക്സാമ്പിൾ. ഈ ബ്രോഡ് ബീൻ വിൽറ്റ് വൈറസ് അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോൺ പെർസിസ്റ്റന്റ് മോഡിലാണ്. അതായത് സ്റ്റൈലറ്റ് വരെയൊക്കെ എത്തുള്ളൂ. വേണേ മെക്കാനിക്കലിയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പൊതുവെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റം മൊസൈക്ക്, മോഡലിംഗ്, റിംഗ് സ്പോട്ട്, അങ്ങനത്തെ നെക്രോസിസും കോസ് ചെയ്യാം ബ്രോഡ് ബീൻ വിൽറ്റ് വൈറസിൽ. പിന്നെ നെപ്പോ വൈറസ് ആണ് എന്ത്? നെമറ്റോ ട്രാൻസ്മിറ്റഡ് പോളിഹെഡ്രൽ വൈറസ്. നെമറ്റോഡിനാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട പോളിഹെഡ്രൽ, ഇച്ചിരി വട്ടത്തിൽ ഉള്ള ഷേപ്പിലുള്ള വൈറസുകൾ. നെപ്പോ വൈറസുകളുടെ എക്സാമ്പിൾ എന്തൊക്കെയാ? ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ്, ഗ്രേപ്പ് വൈൻ ഫാൻ ലീഫ് വൈറസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നെപ്പോ വൈറസ് എന്ന് പറഞ്ഞാൽ ലോങ്കിഡോറിഡ് നെമറ്റോഡ്സ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെറ്റു എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ വൈറസ്, അത് വേറെ ഫാമിലിയിലാണ്. ഈ നെപ്പോ വൈറസ് ഏത് ഫാമിലിയിലാണ്? സീക്കോവിറിഡയിലാണ് വരുന്നത്. നെപ്പോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ലോങ്കിഡോറസ്, പാരാലോങ്കിഡോറസ്, സിഫിനിമ ഈ നെമറ്റോഡുകൾ വഴിയാണ് നെപ്പോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നെമറ്റോഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേറെ വൈറസുകളാണ് നെറ്റു വൈറസ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രൈക്കോഡോറസ്, പാരാട്രൈക്കോഡോറസ് എന്ന് പറയുന്ന വേറെ നെമറ്റോഡ് ഗ്രൂപ്പാണ്. പക്ഷെ നെപ്പോ വൈറസ് എന്ന് പറഞ്ഞാൽ പോളിഹെഡ്രൽ ഷേപ്പിലുള്ള സീക്കോവിറിഡെ ഫാമിലിയിൽ വരുന്ന വൈറസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലോങ്കിഡോറിഡ് ഗ്രൂപ്പിൽ വരുന്ന നെമറ്റോഡ്സ് ആണ്. അത് ഏതൊക്കെ നെമറ്റോഡാണ്? ലോങ്കിഡോറസ്, പാരാലോങ്കിഡോറസ്, സിഫിനിമ. നെപ്പോ വൈറസുകളുടെ എക്സാമ്പിൾ ആണ് ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ്, ഗ്രേപ്പ് വൈൻ ഫാൻ ലീഫ് വൈറസ്. ആദ്യത്തെ നെമറ്റോഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആദ്യത്തെ വൈറസ് ആണ് ഗ്രേപ്പ് വൈൻ ഫാൻ ലീഫ് വൈറസ്. ഈ വൈറസുകൾക്ക്, അതായത് നെപ്പോ വൈറസുകളെ പോളൻ വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാം, ചിലതൊക്കെ മൈറ്റ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതൊക്കെ പൊതുവെ ടെമ്പറേറ്റ് റീജിയനിലാണ് കാണുന്നത്. ബൈപാർട്ടൈറ്റ് ആണ്. കോസ് ചെയ്യുന്ന ഡിസീസ് മോട്ട്ലിംഗ്, മൊസൈക്ക്, റിംഗ് സ്പോട്ട് അങ്ങനത്തെ ഡിസീസാണ്. പിന്നെ ഈ നെപ്പോ വൈറസിന് ഒരു ട്രാൻസിയന്റ് എക്സ്പ്രഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പ്ലാന്റ് റീകവർ ആവും ഈ സിംറ്റത്തിൽ നിന്ന്. ഈ നെപ്പോ വൈറസുകളുടെ ഒരു പ്രത്യേകത അതാണ്. അത് ഒരു സമയത്ത് സിംറ്റം കാണിക്കും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് ആ സിംറ്റത്തിൽ നിന്ന് റിക്കവർ ആവും. ഇതാണ് നെപ്പോ വൈറസിന്റെ പ്രത്യേകത. ഇനി ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു സീക്കോവിറിഡെ എന്ന് പറഞ്ഞ ചെറിയ സൈസുള്ള വൈറസുകൾ വരുന്ന ഫാമിലിയുടെ സബ് ഫാമിലി, കോമോവിറിനി എന്ന് പറഞ്ഞ സബ് ഫാമിലിയിൽ വരുന്ന വൈറസുകളെ പറ്റിയാണ് പഠിച്ചത്. അതേതൊക്കെയാ? നെപ്പോ വൈറസ്, കോമോ വൈറസ്, ഫാബ വൈറസ്. ഈ വൈറസുകളുടെ പ്രത്യേകത എല്ലാം ബൈപാർട്ടേറ്റ് ആണ്. പിന്നെന്താ? ബീറ്റിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളുണ്ട്, അഫിഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളുണ്ട്, നെമറ്റോഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സീക്കോവിറിഡെ എന്ന് പറഞ്ഞാൽ. സീക്കോവിറിഡെ എന്ന് പറഞ്ഞാൽ ചെറുതാണ്, പല രീതിയിലുള്ള ട്രാൻസ്മിഷൻ കാണപ്പെടുന്നുണ്ട്. നെമറ്റോഡ്, ബീറ്റില്, അഫിഡ്, പോളൻ, സീഡ്, അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസ്മിഷൻ ഈ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. ചെറിയ വൈറസുകളാണ്. സൈറ്റോപ്ലാസത്തിൽ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കിട്ടിയ ഒരു മെംബ്രെയിനുള്ളിലാണ് ഇതിന്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത് സീക്കോവിറിഡെ. ഇനി ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കോമോവിറിനി എന്ന് പറഞ്ഞ സബ് ഫാമിലിയിൽ വരുന്ന വൈറസുകളായിരുന്നു. ഇനി ഡിസ്കസ് ചെയ്യുന്നത് സബ് ഫാമിലി ഇല്ലാത്ത സീക്കോവിറിഡെ വൈറസുകളാണ്. അതിലൊന്നാണ് ഈ സെക്വി വൈറസ്. സെക്വി എന്ന് പറഞ്ഞാല് വേറെ ഒരു ഹെൽപ്പർ വൈറസിന്റെ കൂടെ സഹായത്തോടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസുകളാണ് ഈ സെക്വി വൈറസ്. അതിന്റെ ഒരു ഉദാഹരണം പാർസ്നിപ്പ് യെല്ലോ ഫ്ലഗ് വൈറസ് ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല. പക്ഷെ നേരത്തെ പഠിച്ച കോമോ വൈറസ്, കൗപ്പി മൊസൈക് വൈറസ് ഏത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ബീറ്റിൽ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കണം. സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നുള്ളത് ഓർത്തിരിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെപ്പോ വൈറസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെപ്പോ വൈറസിന്റെ ട്രാൻസ്മിഷൻ നെമറ്റോഡ് വഴിയാണ്. ഏതൊക്കെ നെമറ്റോഡ്? ലോങ്കിഡോറിഡ് നെമറ്റോഡ്, ലോങ്കിഡോറസ്, പാരാലോങ്കിഡോറസ്, സിഫിനിമ. നെപ്പോ വൈറസിന്റെ എക്സാമ്പിൾ ഗ്രേപ്പ് വൈൻ ഫാൻ ലീഫ് വൈറസ്, പിന്നെ ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ് ആണ് നെപ്പോ വൈറസിന്റെ എക്സാമ്പിൾ. ഇത് രണ്ടും ഉൾപ്പെടുന്നത് സീക്കോവിറിഡെ. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറയുന്നതാണ് ഈ സീക്വി വൈറസ് ഒക്കെ. പിന്നെ വൈഗ വൈറസ് ഇമ്പോർട്ടന്റ് ആണ്. വൈഗ വൈറസ് നമ്മൾ നേരത്തെ റൈസ് തുംഗ്രോ വൈറസിന്റെ കൂടെ പഠിച്ചിരുന്നു. റൈസ് തുംഗ്രോ വൈറസ് ആയിട്ടുണ്ടായിരുന്ന റൈസ് തുംഗ്രോ ബാസിലിഫോം വൈറസിനെ അക്കമ്പനി ചെയ്യുന്ന ഒരു സ്പെരിക്കൽ RNA വൈറസ് ആണ് വൈഗ വൈറസ്. വൈഗ വൈറസ് വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അഫിഡിനാലും ലീഫ് ഹോപ്പറിനാലും സെമി പെർസിസ്റ്റന്റ് മോഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിരുന്നു കോളിമോവിറിഡെ സെമി പെർസിസ്റ്റന്റ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
പിന്നെ ഈ വൈഗ വൈറസ് ഉണ്ടാക്കുന്ന സിംറ്റംസ് ഷോർട്ട് സ്റ്റണ്ടിങ് മോഡലിംഗ് ആണ്, റെസ്റ്റ് കളേർഡ് സ്പോട്ട്സ് ആണ്. അതുകൊണ്ടായിരിക്കാം ആ തുങ്ക്രോഡ് ആ ഒരു ഓറഞ്ച് കളർ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ വൈഗ വൈറസിന്റെ ടെസ്റ്റ് ഫ്ലോറോഗ്ലൂസിനോളിലാണ്. ഫീൽഡിൽ നമ്മൾ ഫ്ലോറോഗ്ലൂസിനോൾ ടെസ്റ്റ് വഴിയിട്ടാണ് വൈഗ വൈറസിന്റെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പാണ് പോർട്ടിവിറിഡെ ഫാമിലിയിൽ വരുന്ന സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ്. അപ്പൊ ഈ പോർട്ടിവിറിഡെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് എന്ന് പറഞ്ഞാൽ പൊതുവെ കോസ് ചെയ്യുന്ന സിംറ്റം, പോർട്ടിവിറിഡെ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത്, ഈ പോർട്ടിവിറിഡെ ഫാമിലിയിൽ വരുന്ന വൈറസ് കോമൺ ആയിട്ട് കോസ് ചെയ്യുന്ന സിംറ്റം, നമുക്ക് കാണപ്പെടുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസത്തിൽ ചില ഇൻക്ലൂഷൻ ബോഡീസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻക്ലൂഷൻ ബോഡീസിന്റെ ഷേപ്പ് പിൻവീൽ ഷേപ്പ് ആയിരിക്കും. ഈ ഇൻക്ലൂഷൻ ബോഡീസ് ഇത് ഉണ്ടാക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ്. പിന്നെ പോർട്ടിവിറിഡെയും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പിന്നെ പോർട്ടിവിറിഡെ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് നീണ്ട ഫ്ലെക്ഷസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഈ പോർട്ടിവിറിഡെ എന്ന് പറഞ്ഞാൽ. ഫ്ലെക്ഷസ് ഫിലമെന്റസ് നേച്ചർ ആയിരിക്കും. ഒന്നെങ്കിൽ ഇത് മോണോപാർട്ടൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബൈപാർട്ടൈറ്റും ആയിരിക്കാം. പോർട്ടിവിറിഡെ ഫാമിലിയിൽ പ്രധാനമായി കാണപ്പെടുന്ന സിംറ്റം ആണ് റിംഗ് സ്പോട്ട്, നെക്രോസിസ്, പാൻഡിങ്, സ്റ്റണ്ടിങ്, സ്ട്രീക്ക്. ഇതൊക്കെയാണ് പോർട്ടിവിറിഡയിൽ വരുന്ന സ്ഥിരം സിംറ്റം. സ്ട്രീക്ക്, റിംഗ് സ്പോട്ട്, ബാൻഡിങ്, സ്റ്റണ്ടിങ്, നെക്രോസിസ് ഒക്കെ. പിന്നെ ഈ പോർട്ടിവിറിഡയിൽ വരുന്ന വൈറസുകൾ HCPRO എന്ന് വെച്ച ഒരു പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് HCPRO. ഇത് പോർട്ടിവിറിഡെ ഫാമിലിയിൽ വരുന്ന വൈറസുകളുടെ ഒരു പ്രത്യേകതയാണ്. മിക്ക പോർട്ടിവിറിഡെ ഫാമിലിയിലുള്ള വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അഫിഡ് വഴിയാണ്. ഇത് ഒന്നെങ്കിൽ നോൺ പെർസിസ്റ്റന്റോ സെമി പെർസിസ്റ്റന്റോ മോഡിലാണ് അഫിഡ് വഴി പോർട്ടിവിറിഡെ ഫാമിലിയിലുള്ള വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ പോർട്ടിവിറിഡെ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ഫ്ലെക്ഷസ് ഫിലമെന്റസ് റോഡ് ഷേപ്ഡ് പാർട്ടിക്കിൾ. റോഡ് ആണെങ്കിലും ഫ്ലെക്ഷസ് ആണ്, അതായത് റിജിഡ് അല്ല, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡ് ഷേപ്പ് പാർട്ടിക്കിൾ ആണ് പോർട്ടിവിറിഡെ. പിന്നത്തെ ഇമ്പോർട്ടന്റ് ആണ്, പോർട്ടിവിറിഡെ ഫാമിലിയിലുള്ള വൈറസുകൾ സൈറ്റോപ്ലാസത്തിൽ പിൻവീൽ ഷേപ്ഡ് ഇൻക്ലൂഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. പിന്നെ മിക്ക പോർട്ടിവിറിഡെ വൈറസുകളും അഫിഡ് വഴി സെമി പെർസിസ്റ്റന്റ് ആയിട്ടോ നോൺ പെർസിസ്റ്റന്റ് മോഡിലോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ സീക്കോവിറിഡയിൽ എന്താണ്, കൗപ്പി മൊസൈക് വൈറസ് ബീച്ചിൽ വഴിയൊക്കെ സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത്. നെപ്പോ വൈറസ് നെമറ്റോഡ് വഴിയാണ്. പക്ഷെ പോർട്ടിവിറിഡെ എന്ന് പറഞ്ഞ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് അഫിഡ് വഴി നോൺ പെർസിസ്റ്റന്റ് അല്ലെങ്കിൽ സെമി പെർസിസ്റ്റന്റ് ആ ഒരു അത്രയും എളുപ്പത്തിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഒത്തിരി ഡീപ്പായിട്ടൊന്നും അതിനെ സക്ക് ചെയ്തെടുക്കേണ്ട വരത്തില്ല. വളരെ എളുപ്പം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വൈറസാണ് പോർട്ടി വൈറസ്. അതുകൊണ്ട് ഒന്നെങ്കിൽ നോൺ പെർസിസ്റ്റന്റ് അല്ലെങ്കിൽ സെമി പെർസിസ്റ്റന്റ് മോഡിലാണ് അഫിഡ് വഴി പോർട്ടിവിറിഡെ ഫാമിലിയിലുള്ള വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പോർട്ടിവിറിഡെ ഫ്ലെക്ഷസ് ഫിലമെന്റസ് റോഡ് ഷേപ്ഡ് പാർട്ടിക്കിൾസ് ആണ്. പിൻവീൽ ഷേപ്ഡ് ഇൻക്ലൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സൈറ്റോപ്ലാസത്തിലാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. പൊതുവെ പോർട്ടിവിറിഡയിലുള്ള വൈറസുകൾ കോസ് ചെയ്യുന്ന സിംറ്റം റിംഗ് സ്പോട്ട്, നെക്രോസിസ്, സ്ട്രീക്ക്, ബാൻഡിങ്, സ്റ്റണ്ടിങ് ഒക്കെയാണ്. പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് പോർട്ടി വൈറസ്. പൊട്ടറ്റോ വൈറസ് Y ആണ് എക്സാമ്പിൾ. പൊട്ടറ്റോ വൈറസ് Y അഫിഡ് വഴി നോൺ പെർസിസ്റ്റന്റ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോൺ പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ എളുപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന വൈറസ്. കാരണം എപ്പിഡെർമിസ് വരെ സക്ക് ചെയ്താൽ മതി, സ്റ്റൈലറ്റ് വരെ വൈറസ് ഉള്ളൂ, പെട്ടെന്ന് പോയി അടുത്ത ചെടീനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രിറ്റിമോ വൈറസ് ആണ് വേറെ എക്സാമ്പിൾ, വീറ്റ് സ്ട്രീക്ക് മൊസൈക് വൈറസ്. അപ്പം ഈ ട്രിറ്റിമോ വൈറസ് ഞാൻ ഇതിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ടെങ്കിലും ചില എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ചില പെക്യുലാരിറ്റീസ് കൊണ്ടാണ്. കാരണം ഈ മൈറ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകൾ കുറച്ച് എക്സാമ്പിൾസിൽ വരുന്നതാണ് ഈ വീറ്റ് സ്ട്രീക്ക് മൊസൈക് വൈറസ് എന്ന് പറയുമ്പോൾ. ഈ വീറ്റ് സ്ട്രീക്ക് മൊസൈക് വൈറസ് എന്ന് പറയുമ്പം മൈറ്റ് വഴിയിട്ടാണെങ്കിൽ അത് ഏത് ഫാമിലിയിൽ വരും എന്ന് ഓർത്തിരിക്കണം. പോർട്ടിവിറിഡയിലാണ് ഈ വീറ്റ് സ്ട്രീക്ക് മൊസൈക് വൈറസ് വരുന്നത്. ട്രിറ്റിമോ വൈറസ് എന്ന ജീനസിലാണ് വരുന്നത്. എറിയോഫൈറ്റ് മൈറ്റ് ആണ് ഈ വീറ്റ് സ്ട്രീക്ക് മൊസൈക് വൈറസ് ഉണ്ടാക്കുന്നത്. പക്ഷെ പോർട്ടി വൈറസ് എങ്ങനെയാണ്, അഫിഡ് വഴി നോൺ പെർസിസ്റ്റന്റ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു പോർട്ടിവിറിഡയിൽ വരുന്ന ഒരു വൈറസ് ആണ് ബാർലി യെല്ലോ മൊസൈക് വൈറസ്, ബൈമോ വൈറസ്. ഈ ബാർലി യെല്ലോ മൊസൈക് വൈറസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോളിമിക്സ ഗ്രാമിനിസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് വഴിയിട്ടാണ്. ഇനി അഫിഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്തെങ്കിൽ തന്നെ അത് നോൺ പെർസിസ്റ്റന്റ് മാനറിലായിരിക്കും. പിന്നത്തെ ഒരു എക്സാമ്പിൾ ആണ് പപ്പായ റിംഗ് സ്പോട്ട് വൈറസ്. പപ്പായ റിംഗ് സ്പോട്ട് വൈറസ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന, വളരെ പ്രോമിനന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു പോർട്ടിവിറിഡയുടെ ഒരു എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ വൈറസ് വൈയും പപ്പായ റിംഗ് സ്പോട്ട് വൈറസും. പപ്പായ റിംഗ് സ്പോട്ട് വൈറസിന്റെ സിംറ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷൂ സ്ട്രിങ് സിംറ്റം,
chlorotic ring spot, vein banding, vein yellowing, thickening and distortion of veins, malformation of fruits. ഇതാണ് പപ്പായ റിംഗ് സ്പോട്ട് വൈറസിന്റെ എക്സാമ്പിൾ. പിന്നെ പപ്പായ റിംഗ് സ്പോട്ട് വൈറസ് കുക്കുംബറിലും മൊസൈക്ക് സിംറ്റംസും പക്കറിംഗ് സിംറ്റംസും ഉണ്ടാക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പോർട്ടിവിറിഡയിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ബനാന ബ്രാക്ട് മൊസൈക്ക്. അതിന്റെ ബ്രാക്റ്റിൽ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന അസുഖമാണ് ബനാന ബ്രാക്ട് മൊസൈക്ക് വൈറസ്, പോർട്ടിവിറിഡയിൽ വരുന്നതാണ്. പിന്നെ ഷുഗർ കെയിൻ മൊസൈക്ക് വൈറസും പോർട്ടിവിറിഡയിൽ വരുന്നതാണ്. പിന്നെ ഈ ചേനയിലും ചേമ്പിലും ഒക്കെ ഡഷൈൻ മൊസൈക്ക് വൈറസ് കോസ് ചെയ്യുന്നതും പോർട്ടിവിറിഡയിലാണ്. അപ്പൊ ഈ ചേനയിലൊക്കെ കോസ് ചെയ്യുന്ന ഈ മൊസൈക്ക് സിംറ്റം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഫിഡ്, പെന്റലോണിയ നീഗ്രോ നെർവോസ് എന്ന് പറയുന്ന അഫിഡ് വഴിയിട്ടാണ്. അപ്പൊ ഈ ദഷൈൻ മൊസൈക്ക് പോർട്ടിവിറിഡയിൽ വരുന്ന എക്സാമ്പിൾ ആണ്. അപ്പം ഈ പിന്നെ വരുന്നത് ബീൻ കോമൺ മൊസൈക്ക് വൈറസ്, അതും ഒരു പ്രോമിനന്റ് വൈറസ് എക്സാമ്പിൾ ആണല്ലോ. അതും വരുന്നത് പോർട്ടിവിറിഡെ ഫാമിലിയിലാണ്. അഫിഡ് വഴി നോൺ പെർസിസ്റ്റന്റ് മാനറിലാണ് ഈ വൈറസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ മാക്ലൂറ വൈറസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർഡമത്തില് കറ്റേ ഡിസീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന വൈറസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്ലൂറ വൈറസ് ആണ്. പോർട്ടിവിറിഡെ ഫാമിലി വരുന്നതാണ്. പെന്റലോണിയ നീഗ്രോ നെർവോസ എന്ന് പറയുന്ന വൈറസ് ആണ്. നോൺ പെർസിസ്റ്റന്റ് മാനറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ഈ കാർഡമം മൊസൈക്ക് വൈറസ്. ഇത് കാർഡമം ചിർക്കി വൈറസും കോസ് ചെയ്യും. പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കാർഡമം മൊസൈക്ക് വൈറസ് ആണ്. കാർഡമം മൊസൈക്ക് വൈറസ് ഏതാണ്? മാക്ലൂറ വൈറസ് ആണ്. പോർട്ടിവിറിഡെ ഫാമിലിയിലാണ് വരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട പോർട്ടിവിറിഡെ എന്ന് പറയുമ്പോൾ ഫ്ലെക്ഷസ് ഫിലമെന്റസ് ആണ്. സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് RNA ആണ്. പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ വൈറസ്, പോർട്ടി വൈറസ്. പിന്നെ മാക്ലൂറ വൈറസ് എന്ന് പറയുമ്പോൾ കാർഡമം കറ്റേ ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ്. പിന്നെന്താ ബീൻ കോമൺ മൊസൈക്ക് വൈറസ്, അതും ഒരു പോർട്ടിവിറിഡയിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ വീറ്റ് സ്ട്രീക്ക് മൊസൈക്ക് വൈറസ് എന്ന് പറയുമ്പോൾ മൈറ്റിനാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പോർട്ടി വൈറസ് ആണ്. പൊട്ടറ്റോ വൈറസ് അഫിഡിനാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്, നോൺ പെർസിസ്റ്റന്റ് മോഡിലാണ്. ബീൻ കോമൺ മൊസൈക്ക് വൈറസും അഫിഡിനാൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്, നോൺ പെർസിസ്റ്റന്റ് മോഡിലാണ്. കാർഡമം മൊസൈക്ക് വൈറസും അഫിഡ്, പെന്റലോണിയ നീഗ്രോ നെർവോസ എന്ന് പറയുന്ന അഫിഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാർഡമം മൊസൈക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ പെന്റലോണിയ നീഗ്രോ നെർവോസ എന്ന് പറയുന്ന അഫിഡ് ആണ്, നോൺ പെർസിസ്റ്റന്റ് മാനറിലാണ്. പിന്നെ ബാർലി യെല്ലോ മൊസൈക്ക് വൈറസ് പോളിമിക്സ ഗ്രാമിനിസ് എന്ന് പറയുന്ന ഫംഗസ് വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ പോർട്ടിവിറിഡയിൽ വരുന്ന അഫിഡ് ട്രാൻസ്മിറ്റഡ് എല്ലാം നോൺ പെർസിസ്റ്റന്റ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അടുത്ത ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഒരു ഫാമിലിയാണ് സൊബീമോ വിറിഡെ എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഐസോമെട്രിക് പാർട്ടിക്കിൾസ് ആണ് ഈ സൊബീമോവിറിഡെ. സോഫാർ നമ്മൾ പഠിച്ച RNA വൈറസുകളാണ്, ഫാമിലീസ് ആണ് പോർട്ടിവിറിഡെ, സൊബീമോവിറിഡെ, സീക്കോവിറിഡെ. ഇനി സൊബീമോവിറിഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി ആയിട്ടും സീഡ് ആയിട്ടും സോയിൽ ആയിട്ടും ഇൻസെക്ട് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാം. സൊബീമോവിറിഡയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് P. ഈനേഷ്യൻ മൊസൈക്ക് വൈറസ്. P. ഈനേഷ്യൻ മൊസൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇലയിൽ കുഞ്ഞു ഇലകളായിട്ട് കാണുന്നത്, അതാണ് ഈ ഈനേഷ്യൻ സിംറ്റം. അപ്പം ഈ ഇനാമോ വൈറസ് ആണ് സൊബീമോവിറിഡയുടെ ഒരു ജീനസ്. ഇനാമോ വൈറസിൽ വരുന്നതാണ് P. ഈനേഷ്യൻ മൊസൈക്ക് വൈറസ്. അപ്പം ഇങ്ങനത്തെ ഒരു സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടായിരിക്കും അതിന്റെ ഇൻഫെക്ഷൻ, അല്ലെ? ഫ്ലോയത്തിലാണ് ഇത് ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഇനാമോ വൈറസ് അല്ലെങ്കിൽ P. ഈനേഷ്യൻ മൊസൈക്ക് വൈറസ് ഫ്ലോയത്തിൽ നിന്നും സക്ക് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഫിഡ് വഴിയിട്ടാണ്. അപ്പൊ ഫ്ലോയത്തിലായതുകൊണ്ട് അതിന് ജസ്റ്റ് പെട്ടെന്നൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ഈ ഇനാമോ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. പ്രൊപ്പഗേറ്റീവ് എന്നും കൂടെ പറയുമ്പോൾ എന്താ, അതിന്റെ അടുത്ത ജനറേഷനിലുള്ള നിംഫ്സിനും ഈ ഒരു വൈറസ് അതിന്റെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പൊ ഈ സൊബീമോവിറിഡയിലുള്ള ഇനാമോ വൈറസ്, P. ഈനേഷ്യൻ മൊസൈക്ക് വൈറസ്, അത് ഇതിലാണ് വരുന്നത്, സൊബീമോവിറിഡയിലാണ് വരുന്നത്. ഈ P. ഈനേഷ്യൻ മൊസൈക്ക് വൈറസ് സിംഗിൾ സ്ട്രാൻഡഡ് പോസിറ്റീവ് സെൻസ് RNA ആണ്. സൊബീമോവിറിഡയിൽ വരുന്നതാണ്. അഫിഡ് വഴി സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈനേഷ്യൻ സിംറ്റം ആണ് മെയിൻ. അടുത്ത സൊബീമോവിറിഡയിൽ വരുന്ന വൈറസ് ആണ് പൊട്ടറ്റോ ലീഫ് റോൾ വൈറസ്. ലീഫ് റോൾ സിംറ്റം ആണ് അഫിഡ് വഴി മിസസ് പെർസിക്ക വഴി പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഫ്ലോയത്തിലാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത്. പിന്നത്തെ ഒരു സൊബീമോവിറിഡയിലെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് സദേൺ ബീൻ മൊസൈക്ക് വൈറസ്. ബീറ്റിൽ വഴിയിട്ടാണ് സെമി പെർസിസ്റ്റന്റ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ സൊബീമോ വൈറസിൽ വരുന്ന ജീനസിൽ വരുന്ന എക്സാമ്പിൾ ആണ് സദേൺ ബീൻ മൊസൈക്ക് വൈറസ്, പപ്പായ ലീതൽ യെല്ലോയിങ് വൈറസ്, സസ്പേനിയ മൊസൈക്ക് വൈറസ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൊബീമോ വൈറസ് ആണ് സസ്പേനിയ മൊസൈക്ക് വൈറസ്. അപ്പൊ ഈ സൊബീമോ വൈറസ്, അതായത് സദേൺ ബീൻ മൊസൈക്ക് വൈറസ് ബീറ്റിൽ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സെമി പെർസിസ്റ്റന്റ് മോഡ്.
അപ്പം ഈ സൊബീമ വിറിഡയും തൊട്ട് മുന്നേ പഠിച്ച പോട്ടിവിറിഡയും തമ്മിലുള്ള വ്യത്യാസം, സൊബീമ വിറിഡയിലുള്ള അഫിഡ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പോട്ടിവിറിഡയിലെ അഫിഡ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ നോൺ പെർസിസ്റ്റന്റ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. സൊബീമ വിറിഡയിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന എക്സാമ്പിൾ സൊബീമോ വൈറസ്, സദേൺ ബീൻ മൊസൈക് വൈറസ്. അതിൽ സൊബീമോ വൈറസിന്റെ എക്സാമ്പിൾ ആണ് സദേൺ ബീൻ മൊസൈക് വൈറസ്, പപ്പായ ലീതൻ യെല്ലോയിങ് ഒക്കെ. പിന്നെ സൊബീമോ വിറിഡയിൽ വേറെ എക്സാമ്പിൾ ആണ് സൊബീമോ വൈറസ് അല്ലാണ്ട് വരുന്ന വേറൊരു എക്സാമ്പിൾ ആയിരുന്നു പൊളേറോ വൈറസ്, പൊട്ടറ്റോ ലീഫ് റോൾ വൈറസ്. പിന്നത്തെ ഒരു എക്സാമ്പിൾ ആണ് ഇനാമോ വൈറസ്, പി ഈനേഷ്യൻ മൊസൈക് വൈറസ്. അപ്പൊ ഈ സൊബീമോ വിറിഡയിൽ വരുന്നതൊക്കെ ഫ്ലോയം റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഈനേഷ്യൻ പോലത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. ഈനേഷ്യൻ സിംറ്റം കാണിക്കുന്ന സൊബീമോ വിറിഡയിലെ എക്സാമ്പിൾ ആണ് പി ഈനേഷ്യൻ മൊസൈക് വൈറസ് കോസ് ചെയ്യുന്ന ഇനാമോ വൈറസ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അഫിഡ് വഴിയാണ്, സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ്. പിന്നെ പൊളേറോ, പൊട്ടറ്റോ ലീഫ് റോൾ, അതും ഫ്ലോയത്തിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്ന വൈറസ് ആണ്, ഫ്ലോയത്തിലാണ് അധികം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതും സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ്. പിന്നത്തെ സൊബീമോ വൈറസ് എന്ന് പറയുന്നത് സദേൺ ബീൻ മൊസൈക് വൈറസ്, അത് ബീറ്റിൽ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, സെമി പെർസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ്, ബെന്നി വിറിഡെ എന്ന് പറയും ഈ ഫാമിലിനെ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ് കോസ് ചെയ്യുന്ന സിംറ്റം വളരെ പെക്യുലിയർ ആണ്, ട്രൈസോമേനിയ എന്ന് പറയും. അതായത് ലാറ്ററൽ റൂട്ട്സ് ഇങ്ങനെ വല്ലാണ്ട് പ്രൊലിഫറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി, ബെന്നി വിറിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിലെ ഒരേ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ട്രൈസോമേനിയ എന്ന് പറയുന്ന സിംറ്റം കോസ് ചെയ്യുന്ന വൈറസ് ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ്, ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ്, ബെന്നി വിറിഡയിൽ വരുന്ന ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ് ട്രൈസോമേനിയ എന്ന് പറഞ്ഞ സിംറ്റം കോസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, എക്സാമിന് ചോദിച്ചു വരുന്ന പോയിന്റ്. ഈ ബെന്നി വിറിഡെ എന്ന് പറഞ്ഞ ബീറ്റ് നെക്രോട്ടിക് യെല്ലോ വെയിൻ വൈറസ് സോയിൽ വഴിയും ഫംഗസ് പോളിമിക്സ വഴിയും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വൈറസ് ആണ്. പിന്നെ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് വളരെ കോമൺലി നോൺ, വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈറസുകൾ വരുന്ന ഒരു ഫാമിലിയാണ് വെർഗ വിറിഡെ. കാരണം എന്താണ്, ടൊബാക്കോ മൊസൈക് വൈറസ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈറസ്, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത വൈറസ് ടൊബാക്കോ മൊസൈക്സ്. അതായത് ഇപ്പൊ നമ്മുടെ ബയറിംഗ് ഒക്കെ പഠിച്ച വൈറസ് ആണ് ഈ ടൊബാക്കോ മൊസൈക് വൈറസ്. അപ്പൊ ഈ ടൊബാക്കോ മൊസൈക് വൈറസ് പോലെ റിജിഡ് റോഡ് ഷേപ്ഡ് വൈറസുകളുള്ള ഫാമിലിയാണ് വെർഗ വിറിഡെ. ഈ വെർഗ വിറിഡെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റെബിലിറ്റിയാണ്, ഹയർ ടെമ്പറേച്ചർ 95 ഡിഗ്രി വരെയൊക്കെ ഇതിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. റോഡ് ഷേപ്ഡ് വൈറസ് ആണ്. ഇപ്പൊ ജനറലി ഇതിന്റെ ഒരു നീളം 300 നാനോമീറ്ററും 20 നാനോമീറ്റർ വിഡ്ത്തുമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ വെർഗ വിറിഡെ ഫാമിലിയിൽ വരുന്ന വൈറസുകൾക്കൊക്കെ മൂവ്മെന്റ് പ്രോട്ടീൻസുകളുണ്ട്, രണ്ട് തരത്തിലുള്ള, ഒന്ന് ട്രിപ്പിൾ ജീൻ മൂവ്മെന്റ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും, 30 കിലോ ഡാൽട്ടൺ മൂവ്മെന്റ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും. ജനറൽ എക്സാമ്പിൾസ് ആണ് ടൊബാമോ വൈറസ്, പെക്ലു വൈറസ്, ടോബ്ര വൈറസ്, ഹോർഡെ വൈറസ്, പൊട്ടറ്റോ മോപ്റ്റോപ്പ് വൈറസ്, പീനട്ട് ക്ലംപ് വൈറസ് ഒക്കെ. അതില് ഈ പെക്ലു വൈറസ്, ടോബ്ര വൈറസ് എന്താണ്, ടൊബാക്കോ റിംഗ് സ്പോട്ട് വൈറസ് അല്ല, നമ്മളതുക്കുള്ള ഒരു നെമറ്റോ ട്രാൻസ്മിറ്റഡ് വൈറസ് ആണ് ടോബ്ര വൈറസ് എന്ന് പറഞ്ഞാൽ. പെക്ലു വൈറസ് പോളിമിക്സ ഗ്രാമിനസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ടൊബാമോ വൈറസ് ടൊബാക്കോ മൊസൈക് വൈറസ് ആണ്. പൊട്ടറ്റോ മോപ്റ്റോപ്പും ഒരു ഫംഗസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു വൈറസ് ആണ്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ വെർഗ വിറിഡെ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് റോഡ് ഷേപ്ഡ് വൈറസ് ആണ്, റിജിഡ് റോഡ് ഷേപ്ഡ് വൈറസ്, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള റിജിഡ് റോഡ് ഷേപ്ഡ് വൈറസ് ആണ്. സൈറ്റോപ്ലാസത്തിൽ ഇൻക്ലൂഷൻസ് ഉണ്ടാക്കുന്ന വൈറസ് ആണ്. അപ്പം ഈ വെർഗ വിറിഡയിൽ വരുന്ന ഏറ്റവും പ്രോമിനന്റ് എക്സാമ്പിൾ ആണ് ടൊബാമോ വൈറസ് എന്ന് പറഞ്ഞാൽ. ടൊബാമോ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്, റിജിഡ് റോഡ് ഷേപ്ഡ് വൈറസ് ആണ്. ടൊബാമോ വൈറസിന്റെ എക്സാമ്പിൾസ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസ്, കുക്കുംബർ ഗ്രീൻ മോട്ടിൽ വൈറസ്, പെപ്പർ മൈൽഡ് മോട്ടിൽ വൈറസ് ഒക്കെ. മോണോപാർട്ടൈറ്റ് ആയിരിക്കും, ഒരൊറ്റ RNA ന്യൂക്ലിക് ആസിഡ്, ഒരൊറ്റ RNA മാത്രമേ ഈ ടൊബാക്കോ മൊസൈക് വൈറസിനുള്ളൂ. പിന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, മെക്കാനിക്കലി സീഡ് വഴിയൊക്കെ. മെക്കാനിക്കലി എന്ന് പറയുമ്പോൾ അതിന്റെ സാപ്പ് എടുത്ത് നമ്മൾ വേറൊരു ഹെൽത്തി സാമ്പിളിലേക്ക് ഒന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഡിസീസ് വരും, ഹൈലി സ്റ്റേബിൾ ആണ്. പിന്നെ ടൊബാക്കോ മൊസൈക് വൈറസിന്റെ ഏറ്റവും പെക്യുലർ ക്യാരക്ടർ സൈറ്റോപ്ലാസത്തില് ക്രിസ്റ്റലൈൻ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ടാക്കും. പിന്നെ ഇതിന്റെ മൂവ്മെന്റ് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് 30 കിലോ ഡാൽട്ടൺ പ്രോട്ടീൻ.
അപ്പോൾ ടൊബാമോ വൈറസ് എന്ന് പറയുമ്പോൾ ടൊബാക്കോ മൊസൈക് വൈറസ് ഓർക്കണം. റിജിഡ് റോഡ് ഷേപ്പ് വൈറസ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഹൈലി സ്റ്റേബിൾ ആണ്. മൂവ്മെന്റ് പ്രോട്ടീൻ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് പോകാനുള്ള മൂവ്മെന്റ് പ്രോട്ടീൻ ആണ് 30 കിലോ ഡാൽട്ടൺ പ്രോട്ടീൻ. മെക്കാനിക്കലി ട്രാൻസ്മിറ്റഡ് ആണ്. ഹൈലി സ്റ്റേബിൾ ആണ്. ട്രാൻസ്മിറ്റഡ് ആണ്. എക്സാമ്പിൾസ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസ്, പെപ്പർ മൈൽഡ് മോട്ടിൽ വൈറസ്, കുക്കുംബർ ഗ്രീൻ മോട്ടിൽ വൈറസ് ഒക്കെ. ടോബ്ര വൈറസ് ആണ് ടൊബാക്കോ റാറ്റിൽ വൈറസ്. നെമറ്റോഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെറ്റു വൈറസ്. എന്താണ് നെറ്റു? നെമറ്റോഡ് ട്രാൻസ്മിറ്റഡ് ട്യൂബുലാർ വൈറസിന് നെറ്റു വൈറസ്. അപ്പൊ ഈ നെറ്റു വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രൈക്കോഡോറിഡ്സ് എന്ന് പറയുന്ന നെമറ്റോഡ്സ് ആണ്. ട്രൈക്കോഡോറസ്, പാരാട്രൈക്കോഡോറസ് ഒക്കെയാണ്. ടൊബാക്കോ റാറ്റിൽ വൈറസ്, ടോബ്ര വൈറസ് ഒരു വെർഗാവിരുടെ ഫാമിലിയിൽ വരുന്ന റിജിഡ് റോഡ് ഷേപ്ഡ് വൈറസ് ആണ്. 30 കിലോ ഡാൽട്ടൺ മൂവ്മെന്റ് പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടാണ് വേറൊരു സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ടോബ്ര വൈറസിന് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നെമറ്റോ ട്രാൻസ്മിറ്റഡ് ആണെന്നാണ് ഓർത്തിരിക്കേണ്ടത്. ട്രൈക്കോഡോറസ്, പാരാട്രൈക്കോഡോറസ് വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ബൈപാർട്ടേറ്റ് ആണ്. പക്ഷെ ടൊബാക്കോ മൊസൈക് വൈറസ് മോണോപാർട്ടേറ്റ് ആണ്. ഇനി ഹോർഡേ വൈറസ് എന്ന് പറയുന്ന ബാർലി സ്ട്രൈപ്പ് മൊസൈക് വൈറസ് ഹോർഡേ വൈറസിൽ വരുന്നതാണ്. ഹോർഡേ എന്ന് പറയുമ്പോൾ ബാർലിയുടെ ഒരു പേരാണല്ലോ, ഹോർഡി മൾഗാരെ. ഹോർഡേ വൈറസ് ആണ് ബാർലി സ്ട്രൈപ്പ് മൊസൈക് വൈറസ്. ഇതിന്റെ ഒരു പ്രത്യേകത, അതായത് ട്രിപ്പിൾ ജീൻ ബ്ലോക്ക് മൂവ്മെന്റ് പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടാണ് വേറൊരു സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഹോർഡേ വൈറസ് സീഡ് വഴിയും പോളൻ വഴിയും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ്. സീഡ് ട്രാൻസ്മിറ്റഡ് വൈറസിന്റെ എക്സാമ്പിൾ ആണ് ബാർലി സ്ട്രൈപ്പ് മൊസൈക് വൈറസ് എന്ന് പഠിച്ചല്ലോ. പോളൻ വഴിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ബാർലി സ്ട്രൈപ്പ് മൊസൈക് വൈറസ്. പിന്നെ ഫ്യൂറോ വൈറസ് എന്ന് പറയുന്നത് ഫംഗസ് ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ്. ബൈപാർട്ടേറ്റ് ആണ്. പോളിമിക്സ ഗ്രാമിനീസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വെർഗാവിരുടെ ഫാമിലിയിൽ വരുന്ന ഒരു വൈറസ് ആണ് ഫ്യൂറോ വൈറസ്. പോമോ വൈറസ് ആണ് പൊട്ടറ്റോ മോപ്ടോപ്പ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്പോഞ്ചോസ്പോറയും പോളിമിക്സയും വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രൈപാർട്ടൈറ്റ് ജീനോമുള്ള വൈറസ് ആണ് പോമോ വൈറസ്. പിന്നെ പീനട്ട് ക്ലംപ് വൈറസ് ആണ് പെക്ലു വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോളിമിക്സ ഗ്രാമിനീസ് എന്ന് പറയുന്ന ഫംഗസ് വഴിയിട്ടാണ്. ഇത് സീഡ് വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഫംഗസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വെർഗാവിരിഡയിൽ വരുന്ന വൈറസുകളുടെ എക്സാമ്പിൾ ആണ് പെക്ലു വൈറസ്, പോമോ വൈറസ്, പിന്നെ ഫ്യൂറോ വൈറസ്. അപ്പം വെർഗാവിരിഡ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത്, വെർഗാവിരിഡ എന്ന് പറഞ്ഞാൽ റിജിഡ് റോഡ് ഷേപ്ഡ് വൈറസ് ആണ്. മൂവ്മെന്റ് പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന വൈറസുകളാണിത്. വെർഗാവിരിഡയുടെ പ്രോമിനന്റ് എക്സാമ്പിൾസ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസ് ഹൈലി സ്റ്റേബിൾ ആണ്, റിജിഡ് റോഡ് ഷേപ്ഡ് ആണ്. പിന്നെ സീഡ് വഴി മെക്കാനിക്കലി ഒക്കെ വളരെ ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസിന്റെ മൂവ്മെന്റ് പ്രോട്ടീൻ ആണ് 30 കിലോ ഡാൽട്ടൺ മൂവ്മെന്റ് പ്രോട്ടീൻ. പിന്നെ അടുത്ത എക്സാമ്പിൾ ആണ് മോണോപാർട്ടൈറ്റ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസ്. ഇത് മാത്രമാണ് മോണോപാർട്ടൈറ്റ് ഉള്ളത്, ബാക്കിയെല്ലാം ബൈപാർട്ടൈറ്റും ട്രൈപാർട്ടൈറ്റും ആണ്. പിന്നത്തേതാണ് ബാർലി സ്ട്രൈപ്പ് മൊസൈക് ഹോർഡേ വൈറസ് ബൈപാർട്ടൈറ്റ് ആണ്, സീഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ്. പിന്നെ അടുത്ത എക്സാമ്പിൾ ആണ് ഫ്യൂറോ വൈറസ്, പോമോ വൈറസ്, പൊട്ടറ്റോ മോപ്ടോപ്പ് വൈറസ്, പിന്നെ പെക്ലു വൈറസ്, പീനട്ട് ക്ലംസ്റ്റഡ് വൈറസ് ഒക്കെ പറയുന്നത് ഫംഗസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പ്രധാനമായിട്ടും പോളിമിക്സ ഫംഗസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. അതിൽ പെക്ലു വൈറസ് ട്രൈപാർട്ടൈറ്റ് ആണ്, പക്ഷെ ബാർലി സ്ട്രൈപ്പ് മൊസൈക്കും ഫ്യൂറോ വൈറസും ഒക്കെ ബൈപാർട്ടൈറ്റ് ആണ്. ഇതാണ് വെർഗാവിരിഡയുടെ ഒരു പ്രത്യേകത. ഹൈലി സ്റ്റേബിൾ ആണ്, റിജിഡ് റോഡ് ഷേപ്ഡ് ആണ്, മൂവ്മെന്റ് പ്രോട്ടീൻസ് കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ വെർഗാവിരിഡയുടെ ഒരു പ്രത്യേകത. ഇനി അടുത്ത സിംഗിൾ സ്റ്റാൻഡേർഡ് പോസിറ്റീവ് സെൻസ് RNA വരുന്ന ഗ്രൂപ്പാണ് ബ്രോമോവിറിഡെ. അപ്പൊ ബ്രോമോ എന്ന പേര് പറയുമ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത്, ഈ ഫാമിലിയിൽ വരുന്ന എല്ലാ വൈറസുകളും ട്രൈപാർട്ടൈറ്റ് ആണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് സബ്ജീനോമിക് DNA ഉണ്ട്, ഡിഫക്റ്റീവ് DNA ഉണ്ട്, സാറ്റലൈറ്റ് RNA ഉണ്ട്, പല ഷേപ്പിലുണ്ട്. ബാസിലിഫോം ഷേപ്പിലുണ്ട്, പോളിഹെഡ്രൽ ഷേപ്പിലുണ്ട്, ഐസോമെട്രിക് ഷിപ്പിലുണ്ട്. അപ്പൊ ട്രൈപാർട്ടൈറ്റ് ആയിട്ടുള്ള വൈറസുകളായിരിക്കും അധികം ബ്രോമോവിറിഡയിലുള്ള. പല ഷേപ്പിലുണ്ട്, ബാസിലിഫോം ഉണ്ട്, പോളിഹെഡ്രൽ ഉണ്ട്, ഐസോമെട്രിക് ഉണ്ട്. ഈ ബ്രോമോവിറിഡയിൽ വരുന്ന വൈറസുകൾക്ക് സബ്ജീനോമിക് RNA ഉണ്ട്, ഡിഫക്റ്റീവ് RNA ഉണ്ട്, സാറ്റലൈറ്റ് RNA ഉണ്ട്. ട്രൈപാർട്ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അധികവും ബ്രോമോവിറിഡയിൽ വരുന്ന വൈറസുകളൊക്കെ നോൺ പെർസിസ്റ്റന്റ് മോഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് അധികം ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, സ്റ്റൈലറ്റ് വഴിയെ നിൽക്കുന്നുള്ളൂ ഈ വൈറസുകൾ. അതുകൊണ്ട് തന്നെ മെക്കാനിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും.
ബ്രോമോവിരിഡെ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കണം ബ്രോമോ വൈറസ് എന്ന് പറയുമ്പോൾ ബ്രോമൊസൈക് വൈറസ് ആണ് എക്സാമ്പിൾ. 3 RNAs ഉണ്ട്. ബീറ്റിൽ വഴിയിട്ടാണ് ബ്രോമൊസൈക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോൺ പെർസിസ്റ്റന്റ് മാനറിലാണ് എല്ലാ ബ്രോമോവിരിഡയിലും വരുന്ന വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ബ്രോമോവിരിഡയിൽ ബ്രോമോ വൈറസ് കഴിഞ്ഞാൽ അടുത്ത എക്സാമ്പിൾ കുക്കുമോ വൈറസ് ആണ്. കുക്കുംബർ മൊസൈക് വൈറസ്. കുക്കുംബർ മൊസൈക് വൈറസിന് ഐക്കോസഹെഡ്രൽ ഷേപ്പ് ആണ്, ട്രൈപാർട്ടൈറ്റ് ആണ്. ഈ കുക്കുമോ വൈറസിനാണ് ഈ വൈറസുകളുടെ കൂട്ടത്തിൽ RNA വൈറസുകളുടെ കൂട്ടത്തിൽ വൈഡസ്റ്റ് ഹോസ്റ്റ് റേഞ്ച് ഉള്ളത്. കാരണം ഇത് പ്ലാന്റ്സിനെയും ഫംഗസിനെയും ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ്. പിന്നെ അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോൺ പെർസിസ്റ്റന്റ് മാനറിൽ. ബ്രോമൊസൈക് വൈറസ് ബീറ്റിൽ വഴിയിട്ടാണ് നോൺ പെർസിസ്റ്റന്റ് മാനറിൽ. ഇനി ഇലാർ വൈറസ് എന്ന് പറഞ്ഞാല് ഇലാർ വൈറസ് എന്ന് പറയുമ്പോഴേ ഓർക്കേണ്ടത് ത്രിപ്സ് വഴിയിട്ടാണ് ഇലാർ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ടൊബാക്കോ സ്ട്രീക്ക് വൈറസ് ആണ് ഇലാർ വൈറസിന്റെ ഒരു പ്രധാന എക്സാമ്പിൾ. ബട്ട് ഇതിൽ ഏറ്റവും പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ടൊബാക്കോ സ്ട്രീക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന വെക്ടർ ഏതാണ്? ത്രിപ്സ്. ഇലാർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുന്നത് ത്രിപ്സ് എന്നാണ്. ത്രിപ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ഇലാർ വൈറസ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടൊബാക്കോ സ്ട്രീക്ക് വൈറസ്. ടൊബാക്കോ സ്ട്രീക്ക് വൈറസ് ബ്രോമോവിരിഡെ ഫാമിലിയിൽ വരുന്നതാണ്, ട്രൈപാർട്ടൈറ്റ് ആണ്. പിന്നെ ഇലാർ വൈറസിൽ വരുന്ന വേറെ എക്സാമ്പിൾ ആണ് സൺഫ്ലവർ ബഡ് നെക്രോസിസ്, ആപ്പിൾ മൊസൈക് വൈറസ് ഒക്കെ. ഇലാർ വൈറസ് കോസ് ചെയ്യുന്ന എക്സാമ്പിൾസ് സിംറ്റംസ് ആണ് മൊസൈക്ക്, ഡീഫോളിയേഷൻ ഒക്കെ. അപ്പം ഈ ബ്രോമോവിരിഡയിൽ വരുന്ന എല്ലാ വൈറസും, അതായത് ഇലാർ വൈറസ്, ബ്രോമൊസൈക് വൈറസ്, കുക്കുംബർ മൊസൈക് വൈറസ്, ഇതൊക്കെ ട്രൈപാർട്ടൈറ്റ് ആണ്. പിന്നെ ഈ ബ്രോമോവിരിഡയിൽ വരുന്ന എല്ലാ വൈറസുകളും, ഇലാർ വൈറസ്, ബ്രോമൊസൈക് വൈറസ്, കുക്കുംബർ മൊസൈക് വൈറസ് ഒക്കെ നോൺ പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. പലതരം വെക്ടർ ആണ്. ബ്രോമൊസൈക് വൈറസ് ബീച്ചിലാണെങ്കിൽ കുക്കുംബർ മൊസൈക് വൈറസ് അഫിഡ് ആണ്, ഇലാർ വൈറസ് ത്രിപ്സ് ആണ്. പക്ഷെ ഇതെല്ലാം നോൺ പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. എല്ലാ ബ്രോമോവിരിഡയും ട്രൈപാർട്ടൈറ്റ് ആണ്. പിന്നെ അടുത്ത സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസിന്റെ എക്സാമ്പിൾ ആണ് ക്ലോസ്ട്രോവിരിഡെ ഫാമിലിയിൽ വരുന്ന വൈറസുകൾ. ക്ലോസ്ട്രോവിരിഡെ ഫാമിലിയിൽ വരുന്ന വൈറസുകളുടെ ഒരു പ്രത്യേകത ഫ്ലെക്ഷസ് ഫിലമെന്റസ് ആണ്. ഏറ്റവും നീളം കൂടിയ വൈറസുകളുള്ള ഫാമിലിയാണ് ക്ലോസ്ട്രോവിരിഡയിൽ വരുന്ന വൈറസുകൾ. ഇത് പല രീതിയിലാണ്. മോണോപാർട്ടൈറ്റ് ആകാം, ബൈപാർട്ടൈറ്റ് ആകാം, ട്രൈപാർട്ടൈറ്റുകളാകാം. സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ക്ലോസ്ട്രോവിരിഡയ്ക്കുള്ളത്. അഫിഡ് വഴി മീലിബഗ്, വൈറ്റ് ഫ്ലൈ, സ്കേറ്റ്സ്, അങ്ങനെ പല വെക്ടേഴ്സ് ഉണ്ടെങ്കിലും മിക്ക ക്ലോസ്ട്രോവിരിഡെ എന്ന് പറയുന്ന വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരിക്കും. പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ട്രോക്സോപ്റ്റെറ എന്ന് പറയുന്ന അഫിഡ്, അഫിഡ്സ് ഗോസിപ്പി. ബഡ്ഡിംഗ് വഴി മെക്കാനിക്കൽ വഴിയും ട്രാൻസ്മിറ്റ് ചെയ്യാം. ക്ലോസ്ട്രോവിരിഡയുടെ ഒരു പ്രത്യേകത തന്നെ പ്രധാനമായിട്ടും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വഴിയാണ്. ക്ലോസ്ട്രോവിരിഡയുടെ പെക്യുലാരിറ്റി ലോങ്സ്റ്റ് RNA കളുള്ള ഒരു ഗ്രൂപ്പാണ് ക്ലോസ്ട്രോവിരിഡെ. ഫ്ലെക്ഷസ് റോഡ് ഷേപ്ഡ് ഫിലമെന്റസ് വൈറസ് ആണ്. മോണോപാർട്ടൈറ്റും ബൈപാർട്ടൈറ്റും ട്രൈപാർട്ടൈറ്റും ഉണ്ടെങ്കിലും പിന്നത്തെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ക്ലോസ്ട്രോവിരിഡെ ആണോ സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആയിരിക്കും. അഫിഡ് വഴി ഒക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ഒരു ക്ലോസ്ട്രോ വൈറസിന്റെ സിട്രസ് ട്രിസ്റ്റസ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലോസ്ട്രോ വൈറസ്. അപ്പൊ സിട്രസ് ട്രിസ്റ്റസ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടോക്സോപ്റ്റെറ സിട്രിസിഡ എന്ന് പറയുന്ന അഫിഡ് വഴിയാണ്. സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റൻ ആണ്. ഈ സിട്രസ് ട്രിസ്റ്റ അല്ലെങ്കിൽ ക്ലോസ്ട്രോ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെമി പെർസിസ്റ്റന്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്, അഫിഡ് വഴിയിട്ടാണ്. സിംറ്റം എന്താണെന്ന് വെച്ചാൽ സ്റ്റെം പിറ്റിംഗ് ആണ് ടിപ്പിക്കൽ സിംറ്റം. സിട്രസ് ഡിക്ലൈൻ ഉണ്ടാക്കും. സിട്രസ് ട്രിസ്റ്റയുടെ ഇൻഡിക്കേറ്റർ ഹോസ്റ്റ് മെക്സിക്കൻ ലൈം ആയിരിക്കും. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അതിന്റെ സിംറ്റം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് ആയിരിക്കും ഇൻഡിക്കേറ്റർ ഹോസ്റ്റ്. അപ്പം നമ്മൾ ആ ഒരു വൈറസിന്റെ സാപ്പോ അല്ലെങ്കിൽ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ഈ ഒരു ഹോസ്റ്റിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ഇൻഡിക്കേറ്റർ ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെക്യൂലിയർ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന എവിടെ നിന്നാണോ ഗ്രാഫ്റ്റ് ചെയ്തത് ആ ഒരു പ്ലാന്റ് ഈ ഒരു വൈറസിൽ നിന്നായിരുന്നു എന്ന് ഊഹിക്കാൻ പറ്റും. അത്രയും ടിപ്പിക്കൽ സിംറ്റംസ് വരുന്ന ഹോസ്റ്റുകളാണ് ഇൻഡിക്കേറ്റർ ഹോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ സിട്രസ് ട്രിസ്റ്റയുടെ ഇൻഡിക്കേറ്റർ ഹോസ്റ്റ് ആണ് മെക്സിക്കൻ ലൈം. സോ ഇതോടുകൂടി ടൈമോവിരിഡെ അടുത്ത ഒരു പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ് ടൈമോവിരിഡെ. ടൈമോവിരിഡെ എന്ന് പറഞ്ഞാൽ ടെർണിപ്പ് യെല്ലോ മൊസൈക് വൈറസ് കോസ് ചെയ്യുന്ന ഫാമിലിയാണ് ഈ ടൈമോവിരിഡെ. പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്. ടൈമോവിരിഡെ അതായത് ടെർണിപ്പ് യെല്ലോ മൊസൈക് വൈറസ് എല്ലാം ബീറ്റിൽ ട്രാൻസ്മിറ്റഡ് ആണ്, സെമി പെർസിസ്റ്റന്റ് ആണ്. എന്ത് നമ്മൾ ക്ലോസ്ട്രോവിരിഡെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് ടൈമോവിരിഡെ സെമി പെർസിസ്റ്റന്റ് ആണ്. പക്ഷെ ടൈമോവിരിഡെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബീറ്റിൽ വഴിയാണ്. അപ്പൊ ടൈമോവിരിഡെ എന്ന് പറയുന്ന
ഫാമിലിയിൽ വരുന്ന എക്സാമ്പിൾ ആണ് ടേർണിപ്പ് യെല്ലോ മൊസൈക് വൈറസ്, മെയ്സ് റയാഡോഫിനോ വൈറസ് എന്ന് പറയുന്നത്. ഈ റയാഡോഫിനോ എന്ന് പറയുന്ന ആ പേര് ആ സിംറ്റത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ഈ മെയ്സിൽ ഫ്ലോയം ടിഷ്യൂവിൽ ഹൈപ്പർപ്ലാസിയം ഹൈപ്പർട്രോഫിയും ഉണ്ടാക്കും. ഫ്ലോയത്തിൽ ഇൻഫെക്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രയും ഡീപ് ടിഷ്യൂവിൽ പോകുന്നതെല്ലാം പെർസിസ്റ്റന്റ് മാനറിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ മെയ്സ് റയാഡോഫിനോ എന്ന് പറയുന്ന അസുഖം പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ മെയ്സ് റയോഡോഫിനോ ലീഫ് ഹോപ്പർ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻഫെക്ട് ചെയ്യുന്ന ലീഫ് ഹോപ്പറിൽ അതിന്റെ ബോഡിയിൽ നിറച്ചും ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യും. ഈ ലീഫ് ഹോപ്പറിന്റെ കുഞ്ഞുങ്ങളിലും ഈ വൈറസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ മെയ്സ് റയോഡോഫിനോ അത്രയും ഗുരുതരമായ ഒരു വൈറസ് ഇൻഫെക്ഷൻ ആണ്. ആ ലീഫ് ഹോപ്പറിലും അതിന്റെ കുഞ്ഞുങ്ങൾ വഴിയും. അപ്പം ഇത് എവിടെയൊക്കെ ആ ഒരു ഫീൽഡിന്റെ ഒരു അവസ്ഥ നോക്കി ഭയങ്കര സിവിയർ ആയിട്ട് ഇൻഫെക്ട് ചെയ്യപ്പെടും. കാരണം ആ ഒരു ലീഫ് ഹോപ്പർ അതിന്റെ കുഞ്ഞുങ്ങൾ അത് പറന്നു പോയിട്ട് എല്ലായിടത്തും അത് പോയി സ്പ്രെഡ് ചെയ്യും. അപ്പം ഈ മെയ്സ് റയാഡോഫിനോ എന്ന് പറയുന്നത് ടൈമോ വിറിഡെ വരുന്നതാണ്. ലീഫ് ഹോപ്പർ വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പെർസിസ്റ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിൽ. പക്ഷെ ടൈമോ വിറിഡയിൽ വേറൊരു എക്സാമ്പിളും കൂടെയാണ്, ടേർണിപ്പ് യെല്ലോ മൊസൈക്. ടേർണിപ്പ് യെല്ലോ മൊസൈക് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ബീറ്റിൽ വണ്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് രോഗമാണ് ഈ ടേർണിപ്പ് യെല്ലോ മൊസൈക് വൈറസ്. ഇത് ടൈമോ വിറിഡയിൽ വരുന്ന വൈറസ് ആണ്. ടൈമോ വിറിഡയിൽ വരുന്ന ടേർണിപ്പ് യെല്ലോ മൊസൈക് വൈറസ് ബീറ്റിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ ബീറ്റിൽ വഴിയിട്ടാണെങ്കിൽ ടേർണിപ്പ് യെല്ലോ മൊസൈക് സെമി പെർസിസ്റ്റന്റ് വഴിയിട്ടാണ്. പക്ഷെ മെയ്സ് റയോഡോഫിനോ പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസുകളുടെ ഫാമിലിയാണ് ആൽഫ ഫ്ലെക്സിവിറിഡെ. ഈ ആൽഫ ഫ്ലെക്സിവിറിഡെ എന്ന് പറഞ്ഞാൽ ആ കൂടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, പോട്ടെക്സ് വൈറസ് എന്ന് പറയുന്ന പൊട്ടറ്റോയിൽ കോസ് ചെയ്യുന്ന ഒരു വൈറസ്, പൊട്ടറ്റോ വൈറസ് എക്സ്പോട്ടെക്സ് വൈറസ് കോസ് ചെയ്യുന്നത് ആൽഫ ഫ്ലെക്സിവിറിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിലാണെന്ന് ഓർത്താൽ മതി. കാരണം പൊട്ടറ്റോ വൈറസ് Y ഉള്ളത് പോർട്ടിവിറിഡയിലും, പൊട്ടറ്റോ ലീഫ് റോൾ വൈറസ് പൊളിറോ വൈറസ് സൊബീമോ വിറിഡയിലും, പൊട്ടറ്റോ വൈറസ് X അല്ലെങ്കിൽ പൊട്ടെക്സ് വൈറസ് ഉള്ളത് ആൽഫ ഫ്ലെക്സിവിറിഡയിലും ആണെന്ന് ഓർത്താൽ മതി. അത്ര ഓർത്താൽ മതി ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി. പിന്നെ ബീറ്റ ഫ്ലെക്സിവിറിഡെ എന്ന് പറയുമ്പോൾ വേറൊരു പൊട്ടറ്റോ വൈറസും കൂടി ഇതിലുണ്ട്, പൊട്ടറ്റോ വൈറസ് T, പിന്നെ വാട്ടർമെലൺ വൈറസ് A, അങ്ങനത്തെ ചില വൈറസുകൾ വരുന്ന ഒരു ഗ്രൂപ്പാണ് ബീറ്റ ഫ്ലെക്സിവിറിഡെ. ഇത് ഒരു പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസ് ആണെന്ന് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചില എക്സാമ്പിൾ ആണ് ആപ്പിൾ സ്റ്റെം ഗ്രൂവിംഗ് വൈറസ്, ആപ്പിൾ സ്റ്റെം പിറ്റിംഗ് വൈറസ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പേര് വരുമ്പം അത് ഏത് ഗ്രൂപ്പാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ഈ ബീറ്റ ഫ്ലെക്സിവിറിഡെ. അപ്പൊ ആപ്പിൾ സ്റ്റെം ഗ്രൂവിംഗ്, ആപ്പിൾ സ്റ്റെം പിറ്റിംഗ് വൈറസ് എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA വൈറസ് ആണ്, ബീറ്റ ഫ്ലെക്സിവിറിഡയിൽ വരുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ് ടോംബസ് വിറിഡെ. ടോംബസ് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ബുഷി സ്റ്റാൻഡ് വൈറസ് എന്നുള്ള ഒരു പേരിലാണ് ഈ ടോംബസ് വിറിഡെ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. മോണോപാർട്ടൈറ്റ് ഐക്കോസഹെഡ്രൽ ആണ്. ഈ ടോംബസ് വിറിഡെ ഫാമിലിയിൽ വരുന്നത് മെക്കാനിക്കലി സോയിൽ വഴി, പോളൻ വഴി, സീഡ് വഴി ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു വൈറസുകളാണ് ഈ ടോംബസ് വിറിഡയിലുള്ളത്. കോമൺ ആയിട്ടുള്ള സിംറ്റം മോട്ട്ലിംഗ്, നെക്രോസിസ്, ഡ്വാർഫിംഗ്, റിംഗ് സ്പോട്ട്, ലീഫ് റോൾ ഒക്കെയാണ് ഈ ടോംബസ് വിറിഡയിൽ കാണുന്നത്. അപ്പം ടോംബസ് വിറിഡയിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ടൊമാറ്റോ ബുഷി സ്റ്റാൻഡ് മാത്രമല്ല പല എക്സാമ്പിൾസ് ഉണ്ട്. ലൂട്ടിയോ വൈറസ് ആണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഈ ലൂട്ടിയോ വൈറസും പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡ് RNA ആണ്, ടോംബസ് വിറിഡയിൽ വരുന്നതാണ്. ലൂട്ടിയോ എന്നുള്ള വാക്കിന്റെ അർത്ഥം യെല്ലോ എന്നാണ്. അതിന് കാരണം ഈ ബാർലിയിൽ നമ്മൾ നേരത്തെ പഠിച്ചു ടോംബസ് വിറിഡെ സ്റ്റണ്ടിങ് ഒക്കെ കോസ് ചെയ്യും. അപ്പൊ ഈ ബാർലിയിൽ സ്റ്റണ്ടിങ് യെല്ലോ കളറിൽ ഇങ്ങനെ ബാർലി പ്ലാന്റ് ഇരിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. ആ ഒരു തരം സിംറ്റം കാണാനാണ് ഇതിന് ലൂട്ടിയോ വൈറസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ബാർലി യെല്ലോ ഡ്വാർഫ് വൈറസ്. അപ്പൊ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഫിഡ് വഴിയിട്ടാണ് ഈ ബാർലി യെല്ലോ ഡ്വാർഫ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബാർലി സ്ട്രൈപ്പ് മൊസൈക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സീഡ് വഴിയിട്ടാണ്. ബാർലി സ്ട്രൈപ്പ് മൊസൈക്ക് വെർഗ വിറിഡയിലാണ്. ബാർലി യെല്ലോ ഡ്വാർഫ് വൈറസ് ലൂട്ടിയോ വൈറസ് ആണ്, ടോംബസ് വിറിഡയിലാണ് ഉള്ളത്. ബാർലി യെല്ലോ ഡ്വാർഫ് അഫിഡ് വഴിയും ബാർലി സ്ട്രൈപ്പ് മൊസൈക്ക് സീഡ് വഴിയാണ്. ബാർലി സ്ട്രൈപ്പ് മൊസൈക്ക് വെർഗ വിറിഡയിലും, ബാർലി യെല്ലോ ഡ്വാർഫ് ലൂട്ടിയോ വൈറസ് ടോംബസ് വിറിഡയിലുമാണ് ഉള്ളത്. ബാർലി യെല്ലോ ഡ്വാർഫ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അഫിഡ് വഴിയാണ്, പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ പറ്റില്ല. ലീഫ് റോളിംഗ്, സ്റ്റണ്ടിങ്, യെല്ലോയിങ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ബാർലി യെല്ലോ ഡ്വാർഫ് അഫിഡ് വഴി പെർസിസ്റ്റന്റ് സർക്കുലേറ്റീവ് മാനറിൽ, അതായത് അഫിഡിൽ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പെർസിസ്റ്റന്റ് മാനറിലായിരിക്കും ബാർലി യെല്ലോ ഡ്വാർഫ് ഇൻഫെക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ഉംബ്ര വൈറസിൽ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. ഗ്രൗണ്ട് നട്ട് റോസറ്റ് വൈറസ്,
പിന്നെന്താ കാരറ്റ് മോട്ടിൽ വൈറസ്. നേരത്തെ പി ഇനേഷൻ മൊസൈക്ക് നമ്മൾ സ്വബീമ വൈറസ് ആണ് പഠിച്ചത്. ഇതിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. കാരറ്റ് എന്ന് പറയുമ്പം കാരറ്റ് മോട്ടിൽ വൈറസ്, കാരറ്റ് എന്ന് ഓർക്കുമ്പോൾ ഓർത്താൽ മതി ഉംബുലിഫറ എന്ന് പറഞ്ഞ ഫാമിലിയാണല്ലോ കാരറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഉംബ്ര വൈറസ്, കാരറ്റ് മോട്ടിൽ വൈറസ്, ഗ്രൗണ്ട്നട്ട് റോസറ്റ് വൈറസ്, ഇത് രണ്ടും വരുന്നത് ഉംബ്ര വൈറസ് എന്ന് പറഞ്ഞ ടോംബസ് വിരിഡയിലാണ്. അതൊരു ഇമ്പോർട്ടന്റ് ഫോക്കസ്റ്റ് ആണ്. ഗ്രൗണ്ട്നട്ട് റോസറ്റ് വൈറസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് വെക്ടർ വഴിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫിഡ് വഴിയിട്ടാണ്. സ്പെസിഫിക് ടു ഫ്ലോയം ടിഷ്യൂ, അപ്പം പെർസിസ്റ്റന്റ് മാനറിലായിരിക്കും ഈ അഫിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ടോംബസ് വിരിഡയിൽ വരുന്ന അഫിഡ് ട്രാൻസ്മിറ്റഡ് വൈറസുകളൊക്കെ പെർസിസ്റ്റന്റ് മോഡിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നത്തെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് ടോംബസ് വൈറസ്, ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ്. ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ് ഫംഗസ് വഴി, സോയിൽ വഴി, സീഡ് വഴി, പോളൻ വഴിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ്. മോണോപാർട്ടേറ്റ് ആണ്. പിന്നെ ടോംബസ് വിരിഡയിൽ വരുന്ന പ്രധാനപ്പെട്ട വേറെ എക്സാമ്പിൾസ് ആണ് മാക്ലോമ വൈറസ്, മെയ്സ് ക്ലോറോട്ടിക് മോട്ടിൽ, പാനിക്കം മൊസൈക് വൈറസ്, ഓട്സ് ക്ലോറോട്ടിക് സ്റ്റണ്ട് വൈറസ്, മെയ്സ് ക്ലോറോട്ടിക് മോട്ടിൽ വൈറസ്, പാനിക്കം മൊസൈക് വൈറസ്, പോത്തോസ് ലാറ്റൻ വൈറസ്, മെയ്സ് നെക്രോട്ടിക് സ്ട്രീക്ക് വൈറസ് ഒക്കെ ടോംബസ് വിരിഡയിൽ വരുന്ന വേറെ എക്സാമ്പിൾസ് ആണ്. അപ്പം ഈ ടോംബസ് വിരിഡ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആണ്. പിന്നെ ഇതിനൊരു പെർസിസ്റ്റന്റ് സർക്കുലേറ്റിംഗ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഈ ടോംബസ് വിരിഡയിൽ വരുന്ന വൈറസുകൾക്കൊക്കെ ഉള്ളത്. ടോംബസ് വിരിഡയിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ലൂറ്റിയോ വൈറസ്, ബാർലി യെല്ലോ ഡോഫ് വൈറസ്. അഫിഡ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സർക്കുലേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു എക്സാമ്പിൾ ആണ് ടോംബസ് വൈറസ്, ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ്. ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ് പക്ഷെ ഫംഗസ് വഴി, സോയിൽ വഴി, സീഡ് വഴിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ആണ് ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ്. ലൂറ്റിയ വൈറസ്, ടോംബസ് വൈറസ്. പിന്നത്തെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് മെയ്സ് ക്ലോറോട്ടിക് മോട്ടിൽ വൈറസ്, ഓട്ട് ക്ലോറോട്ടിക് സ്റ്റണ്ട് വൈറസ്, പാനിക്കം മൊസൈക് വൈറസ്. ഇതൊക്കെ ടോംബസ് വിരിഡയിൽ വരുന്ന എക്സാമ്പിൾ ആണ്. അപ്പോൾ ടോംബസ് വിരിഡയിൽ വരുന്നതാണ് ലൂറ്റിയോ വൈറസ്, ഉംബ്ര വൈറസ്, ടോംബോസ് വൈറസ്, ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ്. ടോംബസ് വിരിഡയിൽ വരുന്ന എല്ലാം സർക്കുലേറ്റീവ് പെർസിസ്റ്റന്റ് മാനറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസാണ് ടോംബസ് വിരിഡയിൽ വരുന്ന എല്ലാം. ഇതൊക്കെ ബാർലി യെല്ലോ ഡോഫ് വൈറസ്, ഉംബ്ര വൈറസ്, പിന്നെ ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ്. അത് ഫംഗസ് വഴിയിട്ടാണ് ടൊമാറ്റോ ബുഷി സ്റ്റണ്ട് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ മെയ്സ് ക്ലോറോട്ടിക് മോട്ടിൽ വൈറസ്, ഓട്ട് ക്ലോറോട്ടിക് സ്റ്റണ്ട് വൈറസ്, പാനിക്കം മൊസൈക് വൈറസ്, ഓറിയസ് വൈറസ് എന്ന് പറയുന്ന പോത്തോസ് ലാറ്റൻ വൈറസ്. ഇതൊക്കെ ഈ പ്രത്യേക പേര് വരുന്നതൊക്കെ ടോംബസ് വിരിഡയിലാണെന്ന് ഓർത്തിരിക്കണം. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വൈറസ് ആണ് റാബ്ഡോവിരിഡെ. ഇത്രയും നേരം നമ്മൾ പഠിച്ചതെല്ലാം പോസിറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആയിരുന്നു. 5'3' ഓറിയന്റേഷനുള്ള RNA വൈറസുകളാണ് ഇത്ര നേരം പഠിച്ചത്. ഇനി റാബ്ഡോവിരിഡെ എന്ന് പറയുന്ന വൈറസുകൾ നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 3'5' ഡയറക്ഷൻ ആണ് ഇതിന്റെ ഒരു ഓറിയന്റേഷൻ. പിന്നത്തെ റാബ്ഡോവിരിഡയുടെ ഒരു പ്രത്യേകത ഒരുമാതിരി ബാസിലിഫോം ഷേപ്പ് ആയിരിക്കും ഇതിന്. റാബ്ഡോവിരിഡയുടെ വേറൊരു പ്രത്യേകത ഈ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുന്ന ആ പ്രോട്ടീൻ കോട്ടിന് മുകളിൽ കൂടെ ഒരു ലിപ്പിഡ് എൻവലപ്പും കൂടി ഉള്ള ഒരു ബുള്ളറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ബാസിലിഫോം ഷേപ്ഡ് വൈറസ് ആണ് റാബ്ഡോവിരിഡെ. റാബ്ഡോവിരിഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. കോഡ് പ്രോട്ടീന്റെ മേളിൽ കൂടി ഒരു ലിപ്പിഡ് മെംബ്രെയിൻ എൻവലപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ ബാസിലിഫോം ഷേപ്പ് ആയിരിക്കും, ബുള്ളറ്റ് ഷേപ്പ് ആയിരിക്കും. ഇതാണ് റാബ്ഡോ എന്ന് പറഞ്ഞ ബുള്ളറ്റ് ഷേപ്പ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കോഡ് പ്രോട്ടീന്റെ മേളിൽ കൂടി എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസുകളാണ് റാബ്ഡോ വൈറസ്. പിന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡഡ് RNA. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആയിരുന്നു. പക്ഷെ റാബ്ഡോവിരിഡെ നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആണ്. പിന്നെ ഈ റാബ്ഡോവിരിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിൽ വരുന്ന വൈറസുകൾക്കൊക്കെ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ട്. ഈ വെക്ടേഴ്സ് ഒക്കെ ഈ വൈറസിനെ പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടറുകളുടെ ശരീരത്തിൽ ഉടമ്പടി ഇത് മൊത്തം ഉണ്ടായിരിക്കും. അതുകൂടാതെ അതിന്റെ അടുത്ത തലമുറകളിലും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ റാബ്ഡോവിരിഡെ എന്ന് പറഞ്ഞ നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ബാസിലിഫോം അല്ലെങ്കിൽ ബുള്ളറ്റ് ഷേപ്ഡ് ആണ്, എൻവലപ്ഡ് ആണ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വെക്ടർ ആ വെക്ടറിനുള്ളിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും, ഫുൾ ബോഡിയിൽ ഇത് ഉണ്ടായിരിക്കുകയും ചെയ്യും. അടുത്ത ജനറേഷനിലും ഈ റാബ്ഡോ വൈറസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് ഈ റാബ്ഡോവിരിഡെ ഫാമിലിയിൽ വരുന്ന പ്രത്യേകത. ഇപ്പൊ ജനറലി ഇത് ഉണ്ടാക്കുന്ന സിംറ്റം വെയിൻ ക്ലിയറിംഗ്, മൊസൈക്, നെക്രോസിസ്, വെയിൻ ബാൻഡിങ്, സ്റ്റണ്ടിങ്, ഡിസ്റ്റോർഷൻ, അങ്ങനത്തെ വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ് റാബ്ഡോവിരിഡെ ഉണ്ടാക്കുന്നത്. വെയിനിലാണ് അധികം ഇൻഫെക്ട് ചെയ്യുന്നത്.
വെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഫ്ലോയം ടിഷ്യൂ റിലേറ്റഡ് ആണ്. വെയിൻ ക്ലിയറിംഗ്, വെയിൻ ബാൻഡിങ്, നെക്രോസിസ് ഒക്കെ. അപ്പൊ എന്തായാലും അതൊരു പെർസിസ്റ്റന്റ് മാനർ ആയിരിക്കും. പോരത്തിന് പ്രൊപ്പഗേറ്റീവ് മാനറിലും കൂടിയാണ് റാബ്ഡോ വൈറസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കോമൺ എക്സാമ്പിൾസ് ആണ് വെയിൻ ക്ലിയറിംഗ് ഇൻ കാർഡമം. അതിന്റെ ഒരു പേരാണ് കൊക്കെ കണ്ടു എന്ന് പറയുന്നത്. ന്യൂലി എമർജന്റ് ലീവ്സ് പഴയ ലീഫായിട്ട് എൻടാങ്കിൾ ചെയ്യപ്പെട്ട് കാണപ്പെടും. അപ്പൊ ഈ റാബ്ഡോ വിറിഡെ എന്ന് പറയുന്ന പല രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൽഫ റാബ്ഡോ, ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ്, ബീറ്റ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ്, ഗാമ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ്, സൈറ്റോ റാബ്ഡോ വൈറസ് എന്നൊക്കെ. അപ്പൊ ബീറ്റ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എന്ന് പറയുന്നതൊക്കെ അഫിഡ്സ് വഴി പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഗാമ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എന്ന് പറഞ്ഞാൽ ലീഫ് ഹോപ്പർ വഴിയിട്ടാണ്. ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എന്ന് പറഞ്ഞാൽ ലീഫ് ഹോപ്പേഴ്സും പ്ലാൻ ഹോപ്പേഴ്സും വഴി പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എല്ലാം ന്യൂക്ലിയസിനകത്താണ് വളരുന്നതും, ന്യൂക്ലിയസിനകത്താണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതും, ന്യൂക്ലിയസിനകത്താണ് മെച്യൂർ ചെയ്യുന്നതും. എല്ലാം ന്യൂക്ലിയസിനകത്താണ് ഈ ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസുകൾ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ന്യൂക്ലിയസിന് എന്താ പറയാ എൻലാർജ് ചെയ്തൊരു ഗ്രാനുലാർ ഇൻക്ലൂഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ ന്യൂക്ലിയർ റാബ്ഡോ വൈറസുകളുടെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞ. അപ്പം ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ യെല്ലോ ഡ്വാർഫ് ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ്. ഈ ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. റാബ്ഡോ വൈറസ് ആണ്, നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആണ്. അപ്പൊ എന്താണ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ഉണ്ടാക്കണ്ടേ. അപ്പം അതിന്റെ കോഡ് പ്രോട്ടീനിൽ ഓൾറെഡി ഒരു RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആയിട്ട് വരണം. പക്ഷെ പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA എന്താണ് പ്രത്യേകത? ഈ പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA സ്വയമേ ഒരു mRNA ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ഒരു എൻസൈമിനെ ഉണ്ടാക്കും. പക്ഷെ നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആയതുകൊണ്ട് കോഡ് പ്രോട്ടീനിൽ ഓൾറെഡി റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എൻസൈമും കൊണ്ട് വരണം. ആ ഒരു പ്രത്യേകതയാണ് റാബ്ഡോ വിറിഡയുടെ വേറൊരു പ്രത്യേകത. അപ്പം ഈ ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് ആണ്. ന്യൂക്ലിയസിനുള്ളിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് മെച്ചുർ ചെയ്യുന്ന വൈറസ് ആണ് ഈ ആൽഫ ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ന്യൂക്ലിയസിന് വേറെ ഷേപ്പിന് ഒരു വ്യത്യാസം വരും, ഇൻഫെക്റ്റഡ് ആയി പോവുകയാണല്ലോ. പിന്നെ ഇത് റാബ്ഡോ വൈറസ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആയതുകൊണ്ട് തന്നെ അതിന് റെപ്ലിക്കേഷൻ ചെയ്യാൻ അതൊരു പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആകണമെങ്കിൽ അതിന് റെപ്ലിക്കേറ്റ് ഉള്ള എൻസൈമിനെ അത് കോഡ് പ്രോട്ടീനിൽ ഓൾറെഡി കൊണ്ടുവരണം. സൈറ്റോ റാബ്ഡോ വൈറസ് എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേഷൻ സൈറ്റോപ്ലാസത്തിലായിരിക്കും. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, ന്യൂക്ലിയസിലല്ല. സൈറ്റോ റാബ്ഡോ ആ പേരിൽ തന്നെയുണ്ട്. അതിന്റെ ആ ഒരു റെപ്ലിക്കേഷൻ സൈറ്റോപ്ലാസത്തിലായിരിക്കും നടക്കുന്നത്. പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിൽ ലീഫ് ഹോപ്പറോ പ്ലാൻ ഹോപ്പറോ വഴിയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കി ചില എക്സാമ്പിൾസ് ആണ് ഡൈക്കോറ വൈറസ്, വെരിക്കോസ വൈറസ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് എൻവലപ്പ് അത്രയ്ക്ക് പ്രോമിനന്റ് അല്ലാന്നേ ഉള്ളൂ, അത് അത്രയും ഓർക്കണ്ട. ന്യൂക്ലിയർ റാബ്ഡോ വൈറസും സൈറ്റോ റാബ്ഡോ വൈറസും മാത്രം ഓർത്തിരിക്കുക. ന്യൂക്ലിയർ റാബ്ഡോ വൈറസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ മൾട്ടിപ്ലൈ ചെയ്ത് മെച്ചുർ ചെയ്യും. സൈറ്റോ റാബ്ഡോ വൈറസ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് മെച്ചുർ ചെയ്യും. പിന്നെ എല്ലാ റാബ്ഡോ വൈറസും പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലീഫ് ഹോപ്പറോ പ്ലാൻ ഹോപ്പറോ വഴിയിട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അഫിഡ് വഴിയൊക്കെ ഏത് വെക്ടർ ആണെങ്കിലും പെർസിസ്റ്റന്റ് പ്രൊപ്പഗേറ്റീവ് മാനറിലായിരിക്കും. അധികം ഫ്ലോയത്തിലായിരിക്കും ഇൻഫെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വെയിൻ ബാൻഡിങ്, വെയിൻ ക്ലിയറിംഗ് പോലത്തെ സിംറ്റം ആണ്. റാബ്ഡോ വൈറസ് എല്ലാം എൻവലപ്ഡ് ആയിരിക്കും, നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആയിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ് ആണ് ടോസ്പോവിറിഡെ. ടോസ്പോവിറിഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സ്ട്രാൻഡ് RNA ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് വൈറസുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ടോസ്പോവിറിഡെ. പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് ഓർത്തോടോസ്പോ വൈറസ്, വാട്ടർമെലൺ ബഡ് നെക്രോസിസ് വൈറസ്, ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ് വൈറസ് ഒക്കെ. നമ്മൾ നേരത്തെ സൺഫ്ലവർ ബഡ് നെക്രോസിസ് വൈറസ് പഠിച്ചു, പക്ഷെ അത് എവിടെയാണ്? ഇലാർ വൈറസിലാണുള്ളത്, ത്രിപ്സ് വഴി. പക്ഷെ ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ് വൈറസ് എവിടെയാണുള്ളത്? ടോസ്പോവിറിഡയിലാണുള്ളത്. അതിന്റെ ഒരു ഡിഫറൻസ് എന്താ? ഇലാർ വൈറസ് പോസിറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ആണെങ്കിൽ ടോസ്പോവിറിഡയിൽ വരുന്ന ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ് വൈറസിന് ബോത്ത് പോസിറ്റീവും നെഗറ്റീവും സെൻസ് RNA അതിനകത്തുണ്ട്. പക്ഷെ ഈ രണ്ട് വൈറസും ത്രിപ്സ് വഴി തന്നെയാണ്, ഇലാർ വൈറസും ടോസ്പോവിറിഡയും ത്രിപ്സ് വഴി തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ്? ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ് വൈറസിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ഉണ്ടെങ്കിൽ ഇലാർ വൈറസിൽ വരുന്ന സൺഫ്ലവർ ബഡ് നെക്രോസിസിൽ പോസിറ്റീവ് സെൻസ് RNA മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒരെണ്ണം കൂടെയാണ് ഗ്രൗണ്ട്നട്ട് റോസറ്റി വൈറസ്. അതെവിടെയാണ് വരുന്നത്? ഉംബ്ര വൈറസിലാണ് വരുന്നത്. ഉംബ്ര വൈറസ് എവിടെയാണ് വരുന്നത്? ഉംബ്ര വൈറസ് നമ്മൾ പഠിച്ചിരുന്നത് ടോംബസ് വിറിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് വരുന്നത്. പോസിറ്റീവ് സെൻസ് RNAയിൽ തന്നെയാണ് ഗ്രൗണ്ട്നട്ട് റോസറ്റ് വൈറസും വരുന്നത്. പക്ഷെ ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ് മാത്രം ടോംബസ് വിറിഡയിലാണ്. അത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ഉള്ള ഗ്രൂപ്പാണ് ടോസ്പോവിറിഡെ. ടോസ്പോവിറിഡയുടെ വേറൊരു എക്സാമ്പിൾ ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസും വാട്ടർമെലൺ ബഡ് നെക്രോസിസും ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസുമാണ് ടോസ്പോവിറിഡയുടെ എക്സാമ്പിൾ. ടോസ്പോവിറിഡയുടെ വേറൊരു പ്രത്യേകത ത്രിപ്സ് വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ത്രിപ്സ് വഴിയിട്ടാണെങ്കിലും
സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ലാസ്റ്റ് പഠിച്ച കുറെ എക്സാമ്പിൾസ് എല്ലാം സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസുകളാണ്. ടോസ്പോ വൈറസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ഉണ്ട്. ത്രിപ്സ് വഴിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതും സർക്കുലേറ്റീവ് പ്രൊപ്പഗേറ്റീവ് മാനറിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ടോസ്പോവിറിഡയുടെ എക്സാമ്പിൾ ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ്, വാട്ടർമെലൺ ബഡ് നെക്രോസിസ് വൈറസ്, ഗ്രൗണ്ട്നട്ട് ബഡ് നെക്രോസിസ് വൈറസ്. ടോസ്പോവിറിഡയിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംഗിൾ സ്ട്രാൻഡ് RNA ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്.